അത് ഫിത്രിയാണ്, അത് തബീഇയാണ്. പക്ഷെ അത് അള്ളാഹ്ക്കുള്ള മഹബ്ബത്തുൽ ഖാലിസത്തിന്റെ മീതെ അല്ല, അതിന്റെ എത്രയോ 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 താഴെയാണ്. അതുകൊണ്ട് ഉമ്മ വാപ്പ ഈ കാര്യം എനിക്ക് കേൾക്കാൻ നിവൃത്തില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. وَإِنْ جَاهَدَاكَ عَلَى أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا. ഉമ്മയും വാപ്പയും അവർ നിന്നെ നിർബന്ധിക്കുന്നതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കാൻ. എങ്കിൽ മാ ലൈസ ലക ബിഹി ഇൽം, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് ഒരു രേഖയിലും ഒരു തെളിവിലും വരാത്ത കാര്യമാണ്. അത് ചെയ്യുന്നത് മറിച്ചാണ്. അത് ചെയ്താൽ അവന്റെ പരലോകം പൂർണ്ണമായി നഷ്ടപ്പെടുന്നവരിൽ അവൻ ഉൾപ്പെടുകയും ചെയ്യും. അതിനാൽ അവരെ ഫലാ തുത്ഇഹുമ, ആ വിഷയത്തിൽ അവരനുസരിക്കരുത്. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, എന്നാൽ അവരുടെ ലൗകികമായ കാര്യങ്ങളിൽ നല്ല നിലയിൽ അവരോട് സഹവസിക്കണം. വത്തബിഉ സബീല മൻ അനാബ ഇലൈ, നീ എന്നിലേക്ക് മടങ്ങിയിട്ടുള്ള സച്ചരിതരായ ആളുകളുടെ മാർഗം നീ പിന്തുടരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വാപ്പയാണെങ്കിലും ശരി, ഇനി മകനാണെങ്കിലും ശരി, സഹോദരനാണെങ്കിലും ശരി, അല്ല ഭാര്യയാണെങ്കിലും ശരി, അതല്ല നമ്മുടെ മറ്റു കുടുംബാംഗങ്ങളാണെങ്കിലും ശരി, നമ്മളേറെ പണിപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മൾ തുലഞ്ഞു പോകുമോ നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടമാണെങ്കിലും ശരി, അതല്ലെങ്കിൽ നമ്മൾ ഏറെ മോഹത്തോടുകൂടി പടുത്തുയർത്തി ഭംഗിയാക്കി കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഭവനങ്ങൾ, വീടുകളാണെങ്കിലും ശരി, ഏതാണ് അള്ളാന്റെ കൽപ്പനക്ക് എതിരിൽ വരുന്നത്, അവിടെ അള്ളാന്റെ കൽപ്പനയും ഇതിന്റെ താല്പര്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നത്, അവിടെ അള്ളാന്റെ കൽപ്പനക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. ഇതൊക്കെ വേറൊരു തരത്തിലുള്ള സ്നേഹ. നേരത്തെ ഞാൻ എണ്ണിപ്പറഞ്ഞിട്ടുള്ള 3 ഇനങ്ങളിലാണ് പെടുക. ഒന്നുകിൽ അത് തബീഇയായിരിക്കും, അതല്ലെങ്കിൽ അത് ഷഫഖത്തിന്റെ ബാബിലായിരിക്കും, അതല്ലെങ്കിൽ ഉൻസിന്റെ ബാബിലായിരിക്കും. ആ നിലക്കുള്ള എല്ലാ സ്നേഹങ്ങളും ഖാലിസത്തായ പൂർണ്ണമായ അപരിമേയമായ അള്ളാനോട് കാണിക്കുന്ന ആ സ്നേഹത്തെക്കാളും എത്രയോ 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 താഴെയാണ്. അതിനാൽ ഇവക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നു. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് ഇവയോടാണ് പ്രിയം തോന്നുന്നതെങ്കിൽ ഫതറബ്ബസൂ, ഇനി നിങ്ങൾ കാത്തിരുന്നാൽ മതി. അള്ളാഹുവിന്റെ കൽപ്പന, അവന്റെ ശിക്ഷ വന്നിറങ്ങുന്നത് കാത്തിരുന്നാൽ മതി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അതിനുശേഷം തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൻ അനസിൻ ഖാദിമി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, ഞാനായിരിക്കണം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം അവന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. തന്റെ മക്കളെക്കാൾ, തന്റെ മാതാപിതാക്കളെക്കാൾ, മറ്റെല്ലാ മനുഷ്യരെക്കാളും അവന് ഏറ്റവും പ്രിയങ്കരൻ ഞാനായിരിക്കണം. അതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകില്ല. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹുവിനോടുള്ള സ്നേഹം പറഞ്ഞതിന് ശേഷം ഇസ്തിത്റാദിന്റെ ത്വരീഖിലൂടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് അള്ളാഹ് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കൽ അള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ബാബിൽപ്പെട്ടതാണ് എന്നിവിടെ തെളിയിക്കുകയാണ്. അള്ളാഹ് സ്നേഹിക്കുന്നവനാണ് അള്ളാഹുവിന്റെ റസൂലായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നബിയെ സ്നേഹിക്കണം എന്നുള്ളത്. അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് ഹുബ്ബു മൻ അഹബ്ബല്ലാഹ്, അള്ളാഹ് ആരൊക്കെ സ്നേഹിച്ചുവോ അവരെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹ് ആരൊക്കെ വെറുത്തുവോ അവരെ നമ്മൾ വെറുക്കുക എന്നുള്ളത്. അള്ളാഹ് ആരോടൊക്കെ മുവാലാത്ത് കാണിച്ചുവോ, സ്നേഹവും സഹായവും നൽകിയോ അവരോട് നമ്മൾ സ്നേഹവും സഹായവും കാണിക്കുക എന്നുള്ളത്. അള്ളാഹ് ആരോടൊക്കെ മുആദാത്ത് കാണിച്ചുവോ, ആരോടൊക്കെ ശത്രുത കാണിച്ചുവോ അവരോടൊക്കെ നമ്മൾ ശത്രുത കാണിക്കുക എന്നുള്ളത്. ഈ ഹുബ്ബും ബുഗ്ളും മുവാലാത്തും മുആദാത്തും, ഈ 4 കാര്യങ്ങൾ അത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ളതിലേക്കാണ് കടന്നു വന്നത്. അതാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നതിലൂടെ ളിംനൻ
പരോക്ഷമായി മുസന്നിഫ് റഹിമഹുല്ല ഇവിടെ ഇസ്ബാത്ത് ചെയ്യുന്നത്. ഇത് വായിക്കുന്ന ആളുകൾ, കിതാബ് വായിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. മുകളിൽ പറഞ്ഞതും ഇവിടെ ഉദ്ധരിച്ച ഹദീസും തമ്മിലുള്ള ബന്ധം അതാണ്. എന്താ ബന്ധം? അള്ളാഹ് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല തന്റെ മക്കളെക്കാൾ, തന്റെ മാതാപിതാക്കളെക്കാൾ, മറ്റെല്ലാ ജനങ്ങളെക്കാളും ഞാൻ ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്നതുവരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 2, ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനുൽ മുത്ലഖ് വ മുത്ലഖുൽ ഈമാൻ, 2 കാര്യമുണ്ട്. മുത്ലഖുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഐ അസ്ലുൽ ഈമാൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്ലുൽ ഈമാൻ, ഈമാനിന്റെ അസ്ല്, അതിന് മുത്ലഖുൽ ഈമാൻ എന്നാണ് പറയാ. വെറും ഈമാൻ, അത് പൂർണ്ണമായിക്കൊള്ളുന്നില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അത് യസീദ് വയൻഖുസ്, അത് വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന സംഗതിയാണ്. വർദ്ധിക്കുന്നത് ത്വാഅത്തുകൾ കൊണ്ടാണെങ്കിൽ, വയൻഖുസു ബിൽ മഅസിയ, അത് ചുരുങ്ങുന്നത് മഅസിയത്ത് കൊണ്ടാണ്, ധിക്കാരം കൊണ്ടാണ്, പാപങ്ങൾ കൊണ്ടാണ്. പാപങ്ങൾ ഒരു മനുഷ്യൻ കൂടുതൽ ചെയ്താൽ ഈമാൻ താഴ്ന്ന് താഴ്ന്ന് താഴെ പോകും. അവസാനം ഈമാനിന്റെ അസ്ല് മാത്രം, അസ്ലുൽ ഈമാൻ ബാത്തിൻ ഫി ഖൽബി, മുത്ലഖുൽ ഈമാൻ, വെറും ഈമാൻ മാത്രം അയാളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ത്വാഅത്തുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന് വണങ്ങിക്കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖവാസുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലെ ഏറ്റവും വിശിഷ്ടരായ ആളുകൾ അവരെത്തിയ മർത്തബയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ ഈമാനുൽ മുത്ലഖ്, പൂർണ്ണമായ ഈമാനിലേക്ക് അയാൾ എത്തിയെന്നും വരും. അത് എല്ലാവർക്കും അങ്ങനെ ഈമാനുൽ മുത്ലഖിലേക്ക് എത്താൻ കഴിഞ്ഞോളന്നില്ല. അത് ഹവാസായ മുഅ്മിനീങ്ങൾക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഘട്ടമാണ്. ഏതാണെങ്കിലും അതുകൊണ്ട് തന്നെ ഈമാൻ എന്ന് ഇതുപോലുള്ള ഹദീസുകളിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കമാലുൽ ഈമാൻ എന്നാണ്. കമാല് തന്നെ 2 രൂപത്തിലുണ്ട്, അൽ കമാലുൽ വാജിബ് വൽ കമാലുൽ മുസ്തഹബ്. അപ്പൊ ഈമാനിനെപ്പോ ഞാൻ 4 ആക്കിയിട്ട് നിങ്ങൾക്ക് വേറിച്ചു തന്നു. ഒന്ന് ഈമാൻ മുത്ലഖുൽ ഈമാൻ ഉണ്ട്, അൽ ഈമാനുൽ മുത്ലഖ് ഉണ്ട്. മുത്ലഖുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും ഈമാൻ, വെറും ഈമാനാണ്. അഥവാ അസ്ലുൽ ഈമാൻ, ഈ ഈമാനിന്റെ അടിത്തറ മാത്രം അവരിലുണ്ട്, ബാക്കി അതിന്റെ മുക്കം വിലാത്തുകളൊക്കെ പോയി. അതാണ് മുത്ലഖുൽ ഈമാൻ. ഒരാള് വലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ ഹദീസിലുണ്ട്. വ്യഭിചരിക്കുന്ന ഒരാൾ വ്യഭിചരിക്കുമ്പോൾ അയാൾ വ്യഭിചരിക്കുന്നത് ഈമാനോട് കൂടിയല്ല, മുഅ്മിനായിക്കൊണ്ടല്ല, ഈമാൻ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ മോഷണം നടത്തുന്ന ഒരാൾ മോഷ്ടിക്കുമ്പോൾ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ടല്ല അയാൾ മോഷ്ടിക്കുന്നത് എന്ന് ഹദീസിലുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഈമാനിന്റെ കമാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു എന്നാണ്. അല്ലാതെ അയാൾ ഈമാൻ പറ്റപ്പോയി മുർത്തദ്ദായി ദീനിൽ നിന്ന് പുറത്തുപോയി എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാളിൽ മുത്ലഖുൽ ഈമാനുണ്ട്, അസ്ലുൽ ഈമാൻ അയാളിലുണ്ട്. പക്ഷെ ഈമാനിന്റെ മുക്കമ്മിലാത്തുകൾ, ഈമാനിന്റെ കമാൽ അയാൾക്ക് നഷ്ടമായി പോകുന്നു. ഇങ്ങനെ മുത്ലഖുൽ ഈമാൻ എന്ന് പറയുന്നത് ഒരു കാര്യം. രണ്ടാമത്തേത് അൽ ഈമാനുൽ മുത്ലഖ്, മുത്ലഖ് ഇപ്പുറത്തേക്ക് വെക്കുന്നു, അത് സിഫത്തായിട്ട് വരുന്നു. അഥവാ നിരുപാധികമായ പരിപൂർണമായ ഈമാൻ. അത് ആരാണ് ആ മർത്തബയിലെത്തുന്നത്? ആ ദറജയിലേക്ക് എത്തുകയില്ല ഇല്ലാ ഹവാസുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലെ ഏറ്റവും വിശിഷ്ടരായ ആളുകൾ എത്തിപ്പെടുന്ന അതിശ്രേഷ്ഠമായ ഉന്നതമായ മർത്തബയാണത്. അതിലേക്ക് അവരെത്തിപ്പെടണമെങ്കിൽ
തൗഹീദിന് ലംഘനമായി വരുന്ന അതിന്റെ അസ്ല് തന്നെ തകർക്കുന്ന ശിർക്കിൽ നിന്ന് ഒഴിവാകണം. അതിന്റെ കമാലുൽ വാജിബിനെ നിർബന്ധമായ ഒരു കമാലിന്റെ അംശം അതുണ്ട്, അത് നശിപ്പിക്കുന്ന അതിന് കുറവ് വരുത്തുന്നതായ വിദഅത്തുകളിൽ നിന്ന് ഹവകളിൽ നിന്ന് ഒക്കെ അയാൾ രക്ഷപ്പെടണം. അതുപോലെ തന്നെ അതിന്റെ വൻപാപങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെടണം. അതുപോലെ തന്നെ പിന്നെ ആ ഈമാനിന്റെ കമാൽ മുസ്തഹബിന് ഇഖ്ലാല് വരുത്തുന്ന ഭംഗം വരുത്തുന്ന ഫിസ്ഖുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഹറാമുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഇസ്റാർ അലാക്ക് വൻപാപം ചെയ്യുന്നതിൽ നിന്ന്, ചെറിയ ദോഷങ്ങളിൽ നിരതമാകുന്നതിൽ നിന്ന് ഒക്കെ അയാൾ രക്ഷപ്പെടണം. എല്ലാം കഴിഞ്ഞ് തഹ്ഖീഖ് വരുത്തി തൗഹീദിന്റെ പൂർണ്ണതയിലെത്തി അയാൾ ത്വാഅത്തുകൾ ചെയ്ത് നവാഫിലുകൾ വർദ്ധിപ്പിച്ച് അല്ലാഹുവിലേക്ക് അടുത്തു വരുമ്പോൾ കിട്ടുന്ന വിശിഷ്ടമായ ഒരവസ്ഥയാണ് അൽ ഈമാനുൽ മുത്ലഖ്, പരിപൂർണമായ ഈമാൻ. അപ്പൊ നമുക്ക് ഈമാനിനെ അവിടെ രണ്ടായിട്ട് കിട്ടി, മുത്ലഖുൽ ഈമാനും അൽ ഈമാനുൽ മുത്ലഖ്. അത് മനസ്സിലായി. ഇനി അസ്ലുൽ ഈമാൻ, ഈമാനിന്റെ ബേസ് ഒരാളിനുണ്ട്, പിന്നെ ആ ഈമാനിനെ അയാൾ വർദ്ധിപ്പിക്കേണ്ടത് രണ്ട് രൂപത്തിലാണ്. എങ്ങനെ വർദ്ധിപ്പിക്കേണ്ടത്? ഒന്ന് ബിൽ കമാലിൽ വാജിബ്, അൽ കമാലുൽ വാജിബ്, ഈമാനിനെ അയാൾ പൂർത്തീകരിക്കണം. ഏത്? വാജിബായ കമാൽ, അൽ കമാലുൽ വാജിബ്. നിർബന്ധമായും ഒരാൾ മുഅ്മിനാണ് എന്ന് പറയണമെങ്കിൽ നിർബന്ധമായും അയാളുടെ ഈമാനിന്റെ ബേസിലേക്ക് ചേരേണ്ട ചില പൂർണ്ണതകളുണ്ട്. അത് ഇല്ലെങ്കിൽ അയാളുടെ കാര്യം മഹാ അബദ്ധാണ്. അങ്ങനെയുള്ള കമാലുൽ വാജിബിൽപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ അയാള് അസ്ലുൽ ഈമാൻ ഉണ്ട് എന്ന് മാത്രം, പിന്നെ അയാളുടെ സ്ഥിതി എന്തെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹ് മുആഫാത്ത് കൊടുത്താൽ ചിലപ്പോൾ മെഹനത്ത് വന്നിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയി എന്ന് വരും, മറിച്ച് അള്ളാന്റെ മെഹന വന്നാൽ അയാൾ വീണുപോയി എന്നും വരും. ഇതാണ് അതിന്റെ അവസ്ഥ. കമാലുൽ വാജിബ് അതിൽപ്പെട്ട ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും. ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അള്ളാനെ സ്നേഹിക്കുന്നതിൽപ്പെട്ടതാണ് അള്ളാഹ് സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവരെ സ്നേഹിക്കലാണ്. മുഹമ്മദ് നബിയെ സ്നേഹിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ സ്നേഹിച്ചിരിക്കണം, അപ്പോഴേ അള്ളാനെ സ്നേഹിച്ചവനാകുള്ളൂ. മുഹമ്മദ് നബിയെ സ്നേഹിക്കുക, മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കുക, സ്വന്തം ശരീരത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യയെക്കാൾ, കുട്ടികളെക്കാൾ, എല്ലാവരെക്കാളും സ്നേഹിക്കണമെന്നുള്ളത് അത് ഈമാനിന്റെ കമാൽ, അൽ കമാലുൽ വാജിബ് ലിൽ ഈമാൻ, ഈമാനിന്റെ കമാലുൽ വാജിബിൽ പെട്ടതാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്ക് അവന്റെ ഈമാനിന് പൂർണ്ണത വരില്ല, നിർബന്ധമായ പൂർണ്ണത അതൊരാൾക്ക് കൈവരിക്കാൻ സാധ്യമല്ല. ഹത്ത അകൂന, ഞാനായിത്തീരുന്നതുവരെ, അഹബ്ബ ഇലൈ, അവന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കണം, മിൻ വലദിഹി, മക്കളെക്കാൾ, വവാലിദിഹി, പിതാവിനേക്കാൾ അഥവാ മാതാപിതാക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, മറ്റെല്ലാ ജനങ്ങളെക്കാളും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ഈമാനുമായി ബന്ധപ്പെട്ട ഈ 3-4 വേർതിരിവ് മനസ്സിലാക്കണം. മുമ്പ് നിങ്ങൾ കേട്ടതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈമാൻ എന്ന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞാൽ അത് മുത്ലഖുൽ ഈമാനാണ്, ഈമാനിന്റെ ബേസാണ്. ആ ബേസ് കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടില്ല. പിന്നെ ആ ബേസിലേക്ക് കമാൽ, പൂർണ്ണതകൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. പൂർണ്ണതകൾ 2 ഉണ്ട്. ഒന്ന് അൽ കമാലുൽ വാജിബ്, നിർബന്ധമായും അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട പൂർണ്ണതയുടെ ഗുണങ്ങളുണ്ട്. അതും കൂടി ചേരുമ്പോഴേ ഈമാൻ നമുക്ക് ഉപകരിക്കുള്ളൂ. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്. മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ, മറ്റെല്ലാവരെയും സ്നേഹിക്കുന്നതിനേക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നുള്ളത്, ഈ കാര്യം വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വല്ലദീ നഫ്സി, നബി പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം, വല്ലദീ നഫ്സി ഹത്ത അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, പിന്നെ നിന്നെക്കാളും, ഉമർ ഖത്താബിനോട് പറഞ്ഞപ്പോ എല്ലാവരെക്കാളും
ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളുടെ ഈമാനിന് നിർബന്ധമായും വരുത്തേണ്ട പൂർത്തീകരണം, നിർബന്ധമായ പൂർത്തീകരണം അത് നിങ്ങൾ വരുത്തിയിട്ടില്ല. അതാണ് ലാ യുമിനു അഹദുക്കും, ഈമാനിന്റെ പൂർത്തീകരണം, നിർബന്ധമായ പൂർത്തീകരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, എല്ലാവരെക്കാളും നബിയെ എനിക്ക് നിങ്ങൾ തന്നെയാണ് ഇഷ്ടം. അപ്പോ എന്റെ നഫ്സ് ഒഴിച്ചിട്ട് ഇല്ലാ മിൻ നഫ്സി എന്ന് ഉമർ ഖത്താബ് പറഞ്ഞു. എന്നെ കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നബി ഞങ്ങളെ തന്നെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലും അനുവദിച്ചു കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഉമറേ, നിന്റെ നഫ്സിനേക്കാൾ നിനക്ക് പ്രിയങ്കരൻ ഞാനായിരിക്കണം. ഫഖാല ലഹു ഉമർ റളിയല്ലാഹു തആല അൻഹു അപ്പോൾ ആ വസ്തുത റിയലൈസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഫഇന്നകൽ ആന അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എങ്കിൽ എന്റെ നഫ്സിനേക്കാൾ, എന്റെ സ്വന്തം ശരീരത്തെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരൻ നബിയെ താങ്കൾ തന്നെയാണ്. ഫഖാൽ അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഉമറേ ഇപ്പോൾ താങ്കളുടെ ഈമാനിന് ആ നിർബന്ധമായ പൂർത്തീകരണം കൈവന്നിരിക്കുന്നു. അൽ കമാലുൽ വാജിബു ലിൽ ഈമാൻ, ഈമാനിന്റെ കമാലുൽ വാജിബ് ഇപ്പോൾ താങ്കൾക്ക് കൈവന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് ഫിദാക അബി വ ഉമ്മി എന്നൊക്കെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരുന്നത്. എന്റെ ഉമ്മയും വാപ്പയും റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉമ്മാനെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ, ഉപ്പാനെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ ഞാൻ റെഡിയാണ്. സ്വന്തം മാതാവിനേക്കാൾ നബിക്കാണ് മുൻഗണന, സ്നേഹം കൊണ്ട്. സ്വന്തം പിതാവിനേക്കാൾ നബിക്കാണ് മുൻഗണന എന്നല്ല, സ്വന്തം ശരീരത്തെക്കാൾ. ഇത് വെറും വാക്കല്ല. അവർക്ക് ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന ലംഘിച്ചതിന് അള്ളാഹ് അവർക്കൊരു വലിയ പരീക്ഷണം, ഒരു ശിക്ഷ കൊടുത്തു. ഒറ്റ കൽപ്പന ലംഘിച്ചത്, ജബലുർ റുമാത്തിൽ നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്ന എന്റെ കൽപ്പന കിട്ടാതെ നിങ്ങൾ ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരുന്ന ആളുകൾ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചത് കണ്ടപ്പോൾ അവരവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. കുറെ ആളുകൾ യുദ്ധസ്വത്ത് ശേഖരിക്കുന്നതിൽ മുഴുകി അശ്രദ്ധരായി. ഈ അശ്രദ്ധ മുതലെടുത്തുകൊണ്ട് പെട്ടെന്ന് കുഫാറുകളുടെ സൈന്യം മുസ്ലിമീങ്ങളെ വന്നിട്ട് വളഞ്ഞു. അവര് റസൂലുള്ളാഹിനെ തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽപ്പെട്ടിട്ടുള്ള അസ്സഫുവത്തുൽ മുഖ്താറത്തു മിന സ്വഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്തിലു വാഹിദൻ തിൽ വവാഹിദ്. ഹംസ റളിയല്ലാഹു തആല അൻഹു ഖുതിൽ വസ്തുശിഫ് റഹിമഹു റളിയല്ലാഹു അൻഹു അർളാ, വമുസ്അബ് ഇബ്നു ഉമൈർ വഅബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് വസ്സഫുവത്തുൽ മുഖ്താർ. 70ഓളം സ്വഹാബിമാർ കൊല്ലപ്പെട്ടു, രക്തസാക്ഷികളായി. ബാക്കിയുള്ളവർക്ക് പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല, എല്ലാവരും പിന്തിരിഞ്ഞോടി. ആ സമയത്ത് യുദ്ധത്തിന് പോന്ന നസീബ ബിൻതു കഅബ് ഉമ്മു ഉമാറ, അവരൊരു സ്ത്രീയാണ്. അവരുടെ മകനായിട്ടുള്ള അബ്ദുള്ളയുടെ കൂടെ അവർ യുദ്ധത്തിന് വന്നു. ലിതുദാവിയൽ ജർഹ, യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന സൈനികർക്ക് ശുശ്രൂഷ ചെയ്യാനാണ് അവർ വന്നത്, വെള്ളം കൊടുക്കാനാണ് വന്നത്. ഈ ഘട്ടം കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന വെള്ളപാത്രം വലിച്ചുണ്ടത്. എവിടുന്നോ ഒരു വാള് വലിച്ചുകൊണ്ടുപോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ വരുന്ന എല്ലാ ആളുകളെയും വെട്ടി നിരത്താൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവരെ കുറിച്ച് പറഞ്ഞത്, മൽതഫത്തു യമീനൻ വശിമാലൻ ഇല്ലാ വഅന അറാഹാ തുഖാതിലു. ഞാൻ വലത്തേക്ക് നോക്കിയാൽ, ഇടത്തോട്ട് നോക്കിയാൽ, എവിടെ നോക്കിയാലും നസീബയാണ്. തുഖാതിലു, എന്നെ സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുക. ആ സന്ദർഭത്തിൽ അമ്പിങ്ങനെ വരിക റസൂലുള്ളാഹിന്റെ നേരെ. അഖദത്ത് തതലഖൻ നിബാൽ ദൂനഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ശരീരം കൊണ്ട് അമ്പേറ്റു വാങ്ങാണ് ചെയ്യുന്നത്. സ്വന്തം ശരീരമാണോ നബിയാണോ വലുത്? നബിയാണ് അവർക്ക് വലുത്. ഇതാണ് ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സി, ഹത്ത അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. നിന്റെ സ്വന്തം ശരീരത്തെക്കാൾ നിനക്ക് ഞാൻ പ്രിയപ്പെട്ടവനാകണം. അവർക്കത് ആയിരുന്നു. ഉമ്മു ഉമാറത്ത് റളിയല്ലാഹു അൻഹാ, അവർക്ക് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു അമ്പേൽക്കരുതായിരുന്നു. അവരുടെ സ്വന്തം ശരീരത്തിൽ അവർ 10-ലധികം അമ്പുകൾ അവരുടെ ശരീരത്തിൽ, നബിക്ക് വരുന്നത് തടുത്തിട്ട് അവരുടെ ശരീരത്തിൽ പതിച്ചു എന്നാ പറയുന്നത്.
ഇങ്ങനെ സ്നേഹിക്കണം. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ, മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. വാക്കിൽ അത് വരും, പ്രവർത്തനത്തിൽ അത് വരും. വന്നവരാണ് സഹാബിമാർ. ഉമർ ഖത്താബ് പറഞ്ഞു, എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹം നിങ്ങളോടാണ്. അപ്പൊ റസൂലുള്ളാഹി, നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കണം. ഇത് അള്ളാഹ് പറഞ്ഞിട്ടുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് സ്നേഹിക്കാൻ കൽപ്പിച്ചവരെ സ്നേഹിക്കുക എന്നത് അള്ളാഹിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് അവരിൽ ഈമാനിന്റെ നിർബന്ധമായ പൂർത്തീകരണം. മറ്റത് മുത്തലഖുൽ ഈമാൻ, അസ്ലുൽ ഈമാൻ മാത്രം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് വലിയ ഫലം ഉണ്ടാവില്ല. അത് ഫലവത്താകണമെങ്കിൽ, അള്ളാഹിന്റെ അടുക്കൽ അത് സ്വീകാര്യയോഗ്യമായ അളവിൽ അത് ഉയരണമെങ്കിൽ അതിന് അൽ കമാലുൽ വാജിബ്, നിർബന്ധമായൊരു പൂർത്തീകരണം വരുത്തേണ്ടതുണ്ട്. ആ നിർബന്ധമായ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നുള്ളത്. മറ്റേതിനേക്കാളും, സ്വന്തം ശരീരത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ഭാര്യാസന്താനങ്ങളെക്കാൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ അവസ്ഥയിലേക്ക് അധിക ആളുകൾ എത്തുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ആ വാചകം പൂർണ്ണ രൂപത്തിൽ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വഅമ്മത്തുൻ നാസി ഇദാ അസ്ലമു ബഅദ കുഫർ. ഒട്ടുമിക്ക ആളുകളും അവര് കുഫറിലായിരുന്നുവെങ്കിൽ കുഫർ വിട്ട് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ, ഔ ഉലിദു അലൽ ഇസ്ലാം, അതല്ലെങ്കിൽ അവരുടെ ജന്മന അവർ മുസ്ലിങ്ങളാണ് എന്ന് വെച്ചാൽ എല്ലാവരും മുസ്ലിങ്ങളായിട്ട് തന്നെയാണ് ജനിക്കുന്നത്, അതല്ല ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ചിട്ടുള്ള ഒരു മുസ്ലിമാണെങ്കിൽ വൽതസമു ശറാഇഅഹു വകാനൂ മിൻ അഹ്ലി ത്വാഅത്തി ലില്ലാഹി വറസൂലി, അവര് ഇസ്ലാമിന്റെ ശരീഅത്തുകൾ പാലിക്കുകയും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ്. ഫഹും മുസ്ലിമൂൻ, അവർ മുസ്ലിങ്ങളായിരിക്കും. വമഅഹും ഈമാനുൻ മുജ്മൽ, അവർക്ക് ഈമാനുണ്ട്. പക്ഷെ ആ ഈമാൻ എന്താണ്? ഈമാനുൻ മുജ്മൽ. മുത്ലഖുൽ ഈമാൻ, ഈമാനുൻ മുജ്മലാണുള്ളത്. മൊത്തത്തിൽ അവർക്ക് ഈമാനുണ്ട് എന്ന് പറയാം, മുത്ലഖുൽ ഈമാൻ ഉണ്ട് എന്ന് പറയാം. അസ്ലുൽ ഈമാൻ ബിലാ ശക്ക് അവരിലുണ്ട്. ലാകിന്ന ദുഖൂല ഹഖീഖത്തുൽ ഈമാൻ ഇലാ ഖുലൂബിഹിം, പക്ഷേ ഈമാൻ കൊണ്ടുദ്ദേശിക്കുന്ന അതിന്റെ ഹഖീഖത്ത്, അതിന്റെ യാഥാർത്ഥ്യം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരിക എന്നത് യഹ്സുലു ശൈഅൻ ഫശൈഅൻ, അത് അല്പാൽപം പിന്നീട് കടന്നു വരേണ്ടതാണ്. ഇന്നഅതാഹുമുല്ലാഹു ദാലിക്, ആ ഈമാനിന്റെ ഹഖീഖത്ത് അല്ലാഹു അവർക്ക് കൊടുക്കുന്നുവെങ്കിൽ, അതിനു മാത്രമുള്ള ത്യാഗവും അതിനു മാത്രമുള്ള സിദ്ഖും അവരിലുണ്ടെങ്കിൽ ഈമാനിന്റെ പൂർണ്ണത അല്ലാഹു അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അത് പിന്നെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. വഇല്ല, അതിനവർ യോഗ്യരായിട്ടില്ലെങ്കിൽ അവരുടെ സിദ്ഖ് കൊണ്ടും അവരുടെ തൗഹീദ് കൊണ്ടും അവരുടെ സത്യസന്ധത കൊണ്ടും അവരുടെ ത്യാഗം കൊണ്ടും അതിനവർ മുന്നോട്ട് വന്നിട്ടില്ല, അല്ലാഹു അവർക്കത് കൊടുത്തിട്ടില്ലെങ്കിൽ ഫകസീറും മിനന്നാസി ലാ യസ്ലൂന ഇലൽ യഖീൻ, ഈമാനിൽ യഖീൻ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ആ യഖീനിന്റെ മർത്തബയിലേക്ക് ഒട്ടുമിക്ക ആളുകളും എത്തിപ്പെടാറില്ല. വലാ ഇലൽ ജിഹാദ്, അതുകൊണ്ട് തന്നെ ജിഹാദിലേക്ക്, ജിഹാദിന് പോകാനുള്ള ആ ആവേശത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിലേക്ക് അവരെത്തുകയില്ല. വലൗ ശുക്കിക്കൂല ശക്കു, അവരുടെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? ആരെങ്കിലും ശുബ്ഹാത്തുകൾ ഇട്ടുകൊടുത്താൽ അവർ സംശയിക്കുന്നവരാണ്. ഇളകാത്ത വിശ്വാസമല്ല, ആരെങ്കിലും പിടിച്ചുകുലുക്കിയാൽ ഇളകുന്ന വിശ്വാസമായിരിക്കും. വലൗ ഉമിറൂ ബിൽ ജിഹാദി ലമാ ജാഹദു, ജിഹാദിന് വേണ്ടി അവരോട് കൽപ്പിക്കപ്പെട്ടാൽ അവർക്ക് ജിഹാദിന് പോകാൻ കഴിയില്ല. ഇത് ലൈസ ഇൻദഹും മിൻ ഇൽമിൽ യഖീൻ മാ യദ്റഉർ റൈബ്, കാരണം യഖീനായ ഇൽമ്, വിശ്വാസത്തിലെ ഇൽമ് കഴിഞ്ഞ് പിന്നീട് വരുന്ന യഖീൻ എന്ന് പറയുന്ന മർത്തബ അത് അവരുടെ അടുക്കലില്ല. അതുകൊണ്ട് തന്നെ അവർ റൈബ്, എല്ലാവിധ സന്ദേഹങ്ങളെയും സംശയങ്ങളെയും തീർത്തും നിരാകരിക്കാൻ, പ്രതിരോധിക്കാൻ പറ്റുന്ന ആ യഖീൻ, ദൃഢവിശ്വാസം അവർക്ക് കിട്ടിയിട്ടില്ല. വലാ ഇൻദഹും മിൻ ഖുവ്വത്തിൽ ഹുബ്, അല്ലാഹുവിനെ അവർ സ്നേഹിക്കുന്നു, അതുപോലെ റസൂലിനെ അവർ സ്നേഹിക്കുന്നു, പക്ഷെ ആ സ്നേഹം അത്രത്തോളം ശക്തമല്ല. മാ യുഖദ്ദിമൂനഹു അലൽ അഹ്ലി വൽ മാൽ, അവരുടെ കുടുംബത്തെയും അവരുടെ കുടുംബത്തെക്കാളും അവരുടെ സമ്പത്തിനേക്കാളും അള്ളാഹുവിനും അവന്റെ റസൂലിനും മുൻഗണന കൊടുക്കാൻ മാത്രമുള്ള സ്നേഹം അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടിട്ടില്ല. ഫഹഉല, ഇത്തരക്കാരുടെ അവസ്ഥ ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇൻ ഊഫു മിനൽ മിഹ്ന വമാതു ദഖലൽ ജന്ന, അള്ളാഹു അവരെ പരീക്ഷിക്കാതെ മുആഫാത്ത് കൊടുത്താൽ, അള്ളാഹു അവർക്ക് വല്ല സൗഖ്യം കൊടുത്തു, മിനൽ മെഹന,
അള്ളാഹു അവരെ പരീക്ഷിച്ചില്ല, പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു അവരെ ഒഴിവാക്കി കൊടുത്താൽ, വമാതു അങ്ങനെ അവർ മരണപ്പെട്ടു പോയാൽ ദഖലു അൽ ജന്ന അവർ സ്വർഗ്ഗത്തിലെത്തും. കാരണം അസ്ലുൽ ഈമാൻ മുജ്മലുൽ ഈമാൻ ബാഖിൻ ഫീ ഖൽബിഹിം. വഇനിബ്തുലു മറിച്ച് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണെങ്കിൽ ബിമൻ യുദ്ഖിലു അലൈഹിം ശുബ്ഹാത്തിൻ തൂജിബു റൈബഹും. എങ്ങനെ അള്ളാഹു പരീക്ഷിക്കുന്നത്? ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗം ആളുകൾ അവരുടെ ഹൃദയത്തിൽ സംശയങ്ങൾ ശുബ്ഹാത്തുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ വന്നാൽ അവരെന്തായി തീരും? അപ്പൊ ശുബ്ഹാത്തുകൾക്ക് അവർ വിധേയരാകും. ഫഇല്ലം യുൻഇമുല്ലാഹു അലൈഹിം ബിമാ യുസീലു റൈബ്. ആ സംശയങ്ങൾ നീക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ അല്ലാഹു അവർക്ക് കൊടുത്തില്ല, അവർ ആ ശുബ്ഹാത്തിന് വിധേയരായാൽ വഇല്ലാ സ്വാറു മുർതാബീൻ, അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് അവർക്ക് വന്നിട്ടില്ല, ആ സംശയം ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു ഇട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും വന്ന് ശുബ്ഹത്തുണ്ടാക്കിയാൽ തശ്കീക്ക് നടത്തിയാൽ അവനങ്ങോട്ട് സംശയത്തിലകപ്പെടും. അങ്ങനെ അവർ സ്വാറു മുർതാബീൻ, അവർ സന്ദേഹത്തിന്റെ ആളുകളും വൻതഖറു ഇലാ നൗഇൻ മിനൻ നിഫാഖ്, ഒരു തരത്തിലുള്ള കാപട്യത്തിന്റെ മർത്തബയിലേക്ക് അവര് നീങ്ങിപ്പോവുകയും ചെയ്യും. ഇതാണ് അധികം ആളുകളുടെയും സ്ഥിതി. ശൈഖുൽ ഇസ്ലാം നമ്മളെയൊക്കെ കണ്ടിട്ട് എഴുതിയതുപോലെ വാഫാത്ത് കിട്ടിയാൽ അതിൽ വല്ല മരണപ്പെട്ടു പോയാൽ അള്ളാന്റെ ഫദ്ലുകൊണ്ട് സ്വർഗത്തിൽ പോകാം. മെഹ്ന വരികയാണെങ്കിലോ ശുബ്ഹാത്തുകളും തശ്കീക്കുകളും ഉണ്ടാക്കാനുള്ള ഒരാൾ വന്നാൽ ഏതൊരുത്തൻ എന്ത് ശെക്കുണ്ടാക്കിയാലും അപ്പൊ ആടുന്ന പരുവത്തിലാണ് നമ്മുടെ മനസ്സ്. ഒരു നല്ല മഹബത്ത് കൊണ്ട് ഒരു തദ്ഹിയത്തിനൊരുങ്ങാൻ, ഒരു ജിഹാദിനൊരുങ്ങാൻ ഒരിക്കൽ ആവശ്യപ്പെടുകയാണെങ്കിൽ സ്വന്തം ധനത്തെക്കാളും കുടുംബത്തെക്കാളും അള്ളാഹുവിനും അവന്റെ താല്പര്യത്തിനും മുൻഗണന കൊടുക്കേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ ഇല്ല, അതിനു മാത്രമുള്ള മഹബത്ത് അള്ളാഹിനോടും അള്ളാന്റെ ശറഅിനോടും അള്ളാന്റെ റസൂലിനോടും നമ്മുടെ മനസ്സിലില്ല. അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിധേയാകുകയാണെങ്കിലോ അള്ളാന്റെ പ്രത്യേക നിഅമത്ത് കിട്ടി, നമ്മൾ ഉറച്ചു നിന്നു, ഇല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും അവര് മുർതാബീങ്ങളും അതുപോലെ തന്നെ വൻതഖലു ഇലാ നൗഇൻ മിനൻ നിഫാഖ്, ഒരു തരത്തിലുള്ള നിഫാഖിലേക്ക് അവർ മാറിപ്പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഇല്ലാതിരിക്കണമെങ്കിൽ ഇൽമ് വർദ്ധിപ്പിക്കണം, യഖീൻ ഉണ്ടാക്കണം, അള്ളാഹിനെ സ്നേഹിക്കണം. അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും സ്നേഹിക്കരുത്. അത് ആബാഅക്കും അബ്നാഅക്കും ഇഖ്വാനുക്കും അസ്വാജുക്കും അശീറത്തുക്കും അംവാലും ഇഖ്തറഫ്തുമുഹ തിജാറത്തുൻ തഖ്ശൂന കസാദ സാകിനു തർമൂന, ഒക്കത്തെക്കാളും അള്ളാഹ്ക്ക് മുൻഗണന കൊടുക്കുക, അള്ളാഹിനെ സ്നേഹിക്കുക. ഇതാണ് ആ മഹബ്ബത്തിന്റെ പ്രത്യേകത. തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ولهما أي للبخاري ومسلم عنه, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. അൻഹു അൻ അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് قال قال رسول الله صلى الله عليه وسلم ثلاث من كن فيه وجد حلاوة الإيمان. മൂന്ന് കാര്യങ്ങൾ മൻ കുന്ന ഫീഹി, ആ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒരാളിൽ ഉണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അയാൾക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിക്കും. ഈമാനിന് ഒരു രുചിയുണ്ട്. ആ രുചി നാവിലല്ല, നമ്മൾ അധികം ടേസ്റ്റ് നോക്കുന്നത് നാവുകൊണ്ടാണ്. ഈമാനിന്റെ രുചി നമുക്ക് കിട്ടുന്നത് അത് ഹൃദയം കൊണ്ടാണ്. ഹൃദയത്തിൽ അതിന് ശരിയായ ഒരു മധുരം അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഈമാനുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ആ രുചി അനുഭവിക്കാൻ പറ്റാത്തത്? കാരണം ഈമാൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള മുത്ലഖുൽ ഈമാനിൽ അതിൽ നിന്നൊരു ഇഞ്ചിൻ നമ്മൾ മുകളിലേക്ക് ഉയരാത്തത് കൊണ്ടാണ്. മറിച്ച് അതിന്റെ കമാൽ അൽ വാജിബ് അൽ കമാലുൽ മുസ്തഹബ്, ആ ഘട്ടങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു വരികയാണെങ്കിൽ അൽ ഈമാനുൽ മുത്ലഖ് എന്ന് പറയുന്ന ആ ദർജയിലേക്ക്, ഖവാസുൽ മുഅ്മിനീങ്ങളുടെ ദർജയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ആ രുചി നമുക്ക് കിട്ടും. ഒരാൾക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ മനസ്സിലാക്കട്ടെ, ശൈഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ ഉമ്മിയും വാപ്പയും മുസ്ലിം ആയതുകൊണ്ട് ഞാനും മുസ്ലിമായി. പിന്നെ ആരെങ്കിലും വന്നിട്ട് ശുബ്ഹാത്തും ശക്കൂടുകയാണെങ്കിലോ ഞാൻ ആടി വലയും. അള്ളാന്റെയും റസൂലിന്റെയും താല്പര്യത്തെക്കാൾ എന്റെ സ്വത്തിന്റെയും കുടുംബത്തിന്റെയും താല്പര്യം വന്നാൽ ഞാൻ എവിടെ നിൽക്കും? ഉറപ്പു പറയാൻ പറ്റൂല. മുആഫാത്ത് കൊണ്ട് വല്ല മുആഫാത്തിൽ മരിച്ചുപോയ സ്വർഗം കിട്ടിയെന്ന് വരും, ഇല്ലെങ്കിൽ ഒരു മഹിനയിൽ വന്നാൽ വീണുപോയിന്ന് വരും. ഇതാണ് നമ്മുടെ അവസ്ഥ. മറിച്ച് ഈമാനിന്റെ രുചി ആർക്ക് മാത്രമാണ് കിട്ടുന്നത്? ഈ മൂന്ന് കാര്യം വേണം. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അല്ലാഹു ആയിരിക്കണം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ.
പിന്നെ അള്ളാന്റെ റസൂല്. അള്ളാഹു റസൂലുമല്ലാത്ത മറ്റേതിനേക്കാളും ഉമ്മയാകാം, വാപ്പയാകാം, ഭാര്യയാകാം, മക്കളാകാം, സഹോദരന്മാരാകാം, ബന്ധുക്കളാകാം, സമ്പത്താകാം, കച്ചവടമാകാം, വീടാകാം, ബാക്കിയുള്ള എല്ലാമാകും. അതിനേക്കാളെല്ലാം അള്ളാഹിനെ സ്നേഹിക്കണം. ഇത് വാക്കിലൊതുങ്ങുന്ന ഒരു കാര്യമല്ല. ഞാൻ നസീബ ബിൻതു കഅബ് ഉമ്മ ഉമാറത്ത് റളിയല്ലാഹു തആല അൻഹായുടെ ചരിത്രം ഉദ്ധരിച്ചത് അതിനാണ്. അവരങ്ങനെയാണ് ചെയ്തത്. റസൂലുള്ളാഹിക്കെതിരിൽ വരുന്ന അമ്പ് സ്വന്തം ശരീരം കൊണ്ട് തടുക്കുകയാണ്. അപ്പോഴാണ് നബി കാണുന്നത്, ഒരു മുവല്ലിയൻ യുദ്ധത്തിൽ നിന്ന് പേടിച്ചിട്ട് പിന്തിരിഞ്ഞോടുന്ന ഒരാൾ, അയാളെ കയ്യിലൊരു ഷീൽഡ് ഉണ്ട്, ഒരു പരിചയുണ്ട്. നബി അയാളോട് പറഞ്ഞു, അൽഖി തുർസക്കലിമയുഖാത്തി, പിന്തിരിഞ്ഞോടാൻ എന്തിനാണ് ഈ തുർസ് പരിച, അതവിടെ ഇട്ട് ഓടാൻ വേണ്ടി പറഞ്ഞു. അയാൾ അതവിടെ ഇട്ടു. അത് നസീബ് എടുത്തു റളിയല്ലാഹു അൻഹു വഅർദാ. എന്നിട്ട് അതുകൊണ്ട് അവർ യുദ്ധം നടത്തി. അതുവരെ ശരീരം കൊണ്ടാണ് അടുത്തത്. അതെന്തുകൊണ്ടാണ്? അവർ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു, അവരുടെ ശരീരത്തെ സ്നേഹിക്കുന്നതിനൊക്കെ. അവർ അല്ലാഹനെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അതുപോലെ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സ്നേഹം നമുക്ക് അല്ലാഹനോടും റസൂലിനോടും തോന്നിക്കഴിഞ്ഞാൽ എന്റെ സർവസ്വവും, സമ്പത്താകട്ടെ, കച്ചവടാകട്ടെ, അല്ലെങ്കിൽ മറ്റു സമ്പാദ്യങ്ങളാകട്ടെ, വീടാകട്ടെ, എന്റെ ബന്ധങ്ങളാകട്ടെ, വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, മക്കളാകട്ടെ, സഹോദരന്മാരാകട്ടെ, ആരാണെങ്കിലും അള്ളാന്റെ റസൂലിന്റെയും കൽപ്പനകളുടെ മുന്നിൽ അവർക്ക് എനിക്ക് മുൻഗണനല്ല. ആ ഒരു സ്ഥിതി ഒരാളിലേക്ക് വന്നാൽ ഈമാനിന്റെ മധുരം അപ്പം മനസ്സിലിങ്ങനെ നിറയും. ഇതാണ് ഒന്നാമത്തെ കാര്യം. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. 2 വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അല്ലാഹനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമാണ് അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കുക. അല്ലാഹ് സ്നേഹിക്കണമെന്ന് പറഞ്ഞവരെ സ്നേഹിക്കുന്നതിന് പുറമെ അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കുക. അല്ലാഹ് സ്നേഹിച്ചൊരു വിഭാഗമുണ്ട്. ആരാണ്? നല്ല മുത്തഖീങ്ങളായ മനുഷ്യന്മാര്. അവരല്ലാഹ് സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സ്നേഹിക്കണം. അയാളെ സ്നേഹിക്കുന്ന എന്തിന്റെ പേരിലാണ്? ചിലരെ സ്നേഹിക്കും. ഒന്ന് നല്ല ഭംഗിയുള്ള മനുഷ്യനാണ്, അവന്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട്, അതിനാണ് അധിക സ്നേഹം. രണ്ടാമത്തെ ഒരു സ്നേഹമുണ്ട്, അവന്റെ അടുക്കൽ അത്യാവശ്യം ചിക്കിളിയുണ്ട് എങ്കിൽ സ്നേഹിക്കും. അത് നമ്മൾ കാണുന്നതാണ്. അതിനാണ് ഏതാണ്ടല്ല സ്നേഹം. മൂന്നാമത്തെ സ്നേഹമുണ്ട്, അവനെന്തുണ്ട്, അത്യാവശ്യമൊക്കെ ശാരീരികമായിട്ട് മസിൽ പവറൊക്കെ കാണിക്കാൻ പറ്റുന്നവനാണ്, ഒന്ന് പോക്കിരിയാക്കി കൊണ്ടിറക്കാം, അപ്പൊ അവനോട് സ്നേഹമുണ്ട്. വേറൊന്നുണ്ട്, അവന് നല്ല സ്വാധീനമുണ്ട്, അവന്റെ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാൻ കാര്യലാഭത്തിന്റെ സ്നേഹം. ഈ പറഞ്ഞതൊക്കെ ദുനിയാവിന്റെ സ്നേഹങ്ങളാണ്. ഇങ്ങനത്തെ ഒന്നും അയാളെടുത്തുനിന്ന് കിട്ടാനില്ല. അയാളെ സ്നേഹിച്ചാൽ പരലോകത്തുനിന്ന് അല്ലാഹ് നമുക്കെന്തെങ്കിലും ഖൈറ് തരും, സവാബ് തരും എന്നതല്ലാതെ വേറൊന്നും കിട്ടാനില്ല. ഇങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ആളുകൾ ഖലീലുമ്മാഹും ഇല്ല എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. അത് ഖിയാമത്ത് നാൾ വരെ ചെറിയൊരു വിഭാഗത്തെ അല്ലാഹ് നിലനിർത്തും. പക്ഷേ മുആഖാത്തുന്നാസ്, ആമ്മത്തു മുആഖാത്തുന്നാസ്, ഇന്നീ കാണുന്ന ബന്ധങ്ങളിൽ ഭൂരിഭാഗം 99.99% മറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നു, ലാ യുഹിബ്ബുഹു, അവൻ അയാളെ സ്നേഹിക്കുന്നില്ല, ഇല്ലാ ലില്ലാ, അല്ലാഹ്ക്ക് വേണ്ടിയല്ലാതെ. അങ്ങനെ ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമ്പോൾ മനസ്സിലൊരു മധുരം നിറയും, ഈമാനിന്റെ മധുരം. ആ മധുരം പോലത്തെ ഒരു മധുരം ഞങ്ങൾ ദുനിയാവിൽ ഒന്നിനും കിട്ടിയിട്ടുണ്ടാവില്ല. മൂന്നാമത്തേത് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫർ, കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ അയാൾ വെറുക്കുന്നു. കുഫറിൽ നിന്ന് അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തിയതിന് ശേഷം പിന്നെയും കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിനെ അയാൾ വെറുക്കുന്നു. കമാ യക്റഹു അൻ യുഖ്ലഫ ഫിന്നാർ, നരകത്തിലേക്ക്, തീയിലേക്ക് അയാളെ വലിച്ചെറിയുന്നത് ഏതു പ്രകാരം അയാൾ വെറുക്കുന്നുവോ അതുപോലെ തീയിലേക്ക്, തീകുണ്ടത്തിലേക്ക് തന്റെ ഒരാൾ പിടിച്ചു തള്ളുന്നത് ഇഷ്ടാവുമല്ലോ, അത് എത്ര കണ്ട് വെറുക്കുന്നുവോ അത്ര കണ്ട് അയാൾ വെറുക്കുന്നുണ്ട് കുഫറിലേക്ക് തിരിച്ചു പോകുന്നത്. ഇപ്പൊ കുഫറിലേക്ക് തിരിച്ചു പോകുക എന്നൊന്നും പറഞ്ഞാൽ അതൊരു ബ്രോസ്റ്റഡ് ചിക്കന്റെ വിലയുള്ളൂ. ഞാനൊരു ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ കുഫറിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലേക്ക് വരുന്നു എന്ന് പറയാൻ മടിയില്ലാത്തൊരു കാലാണ്. രാവിലെ മുഅ്മിനാന്ന് പറഞ്ഞ ഒരാൾക്ക് വൈകുന്നേരത്ത് കാഫറാന്ന് പറയാൻ മടിയില്ല.
വൈകുന്നേരത്തെ മുഅ്മിനാന്ന് പറഞ്ഞാൽ രാത്രിയിൽ വേറെ എന്തെങ്കിലും ഒരു വർത്താനം കേട്ടാ കാഫറാന്ന് പറയാൻ പാടില്ല. ഇങ്ങനെയാണ് കാര്യം. അങ്ങനെയല്ല, കുഫറിന്റെ ഗൗരവം അറിയുന്ന ആളാണ്, ഈമാനിന്റെ മേന്മ അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇനി കുഫറിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നരകക്കുണ്ടിലേക്ക്, തന്നെ ഒരു തീകുണ്ടാരത്തിലേക്ക് പിടിച്ചിടുമ്പോൾ ഏതു പ്രകാരം വെറുക്കുന്നുവോ അതുപോലെ വെറുക്കുന്ന ഒരാളാണ്. ഈ 3 കാര്യം ശരിക്ക് മനസ്സിലുണ്ടെങ്കിൽ, ഇത് വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, ഇത് അനുഭവത്തിലുണ്ടെങ്കിൽ ഉറപ്പാണ് മനസ്സിൽ മധുരം ഇങ്ങനെ നിറയും. മധുരം നിറയും. വേറെ ആരും സഹായിക്കാനില്ലാതെ, വേറെ ആരും കണ്ടാലൊരു ലോക്യം പോലും കാണിക്കാനില്ലാത്ത നേരത്ത് അയാൾ തനിച്ചിരിക്കുമ്പോൾ അയാളെ മനസ്സിൽ മധുരം നിറക്കുന്ന കാര്യമാണ്. ആ മധുരത്തിന് തുല്യമായ ഒരു മധുരം വേറെ ഉണ്ടാവില്ല. അല്ലാഹു റസൂലുമാണ് ഏറ്റവും പ്രിയങ്കരനായ ആൾ. രണ്ടാമത്തത്, മറ്റൊരാൾ അയാൾ സ്നേഹിക്കുന്നു ദുനിയാവിന്റെ ഒരു കാര്യത്തിനല്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിന് അയാൾ വെറുക്കുന്നു, ഈ കുണ്ടാരത്തിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടുന്നത് വെറുക്കുന്നത് പോലെ. അപ്പൊ ഈമാനിന് ഹലാവത്തുണ്ട്. അത് അംറുൻ മഹ്സൂസ്, അത് വാക്കല്ല, അതൊരു സങ്കല്പമല്ല, അത് അംറുൻ മഹ്സൂസ്, ഹിസ്സിയായ കാര്യമാണ്. അത് നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു കാര്യമാണ്. ആ മധുരം നമുക്ക് കിട്ടുന്നത് ഖൽബിലാണ്. ആ മധുരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ മുത്ലഖുൽ ഈമാൻ പോരാ. മുത്ലഖുൽ ഈമാനിലേക്ക് അൽ കമാലുൽ വാജിബ്, അനിവാര്യമായ ചില പൂർത്തീകരണങ്ങൾ കൂടി വരുത്തേണ്ടതുണ്ട്. ആ പൂർത്തീകരണത്തിന് 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നു. ഒന്ന്, അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കണം മറ്റെല്ലാറ്റിനേക്കാളും. 2, മറ്റൊരു മനുഷ്യനെ അയാൾ സ്നേഹിക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിട്ട്. 3-ാമത്തേത്, കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിനെ അയാൾ വെറുക്കുന്നു, തീകുണ്ടാരത്തിലേക്ക് തന്നെ പിടിച്ചെറിയുന്നത് എപ്രകാരം വെറുക്കുന്നുവോ അതുപോലെ വെറുക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഹലാവ, അത് അംറുൻ മഹ്സൂസ്, ശരിക്ക് ഹൃദയം കൊണ്ട് അനുഭവവേദ്യമാകുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഒരു റിവായത്തിൽ ലാ യജിദു അഹദുൻ, ഒരാൾക്കും തന്നെ അനുഭവിക്കുക സാധ്യമല്ല, ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ ആ മാധുര്യം, ഹത്താ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ റസൂലും, അല്ലാഹു പിന്നെ അല്ലാഹുവിന്റെ റസൂൽ, ഇവരായിരിക്കണം ഏറ്റവും പ്രിയങ്കരായിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു മനുഷ്യനെ അയാൾ സ്നേഹിക്കുന്നു ദുനിയാവിന് വേണ്ടിയല്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ അയാൾ വെറുക്കുന്നു, തീ കുണ്ടാരത്തിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടുന്നത് വെറുക്കുന്നത് പോലെ. അങ്ങനെ റിവായത്ത് ഇങ്ങനെ ഈ തുടങ്ങുന്ന റിവായത്തുണ്ട്. ഇനി വഅൻ ഇബ്നു അബ്ബാസ്, മഹാനായ സഹാബി വര്യൻ, തർജുമാനുൽ ഖുർആൻ, ഹബ്റു ഹാദിഹിൽ ഉമ്മ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. സഹാബിമാര്, വയസ്സായ സഹാബിമാര് പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ഇബ്നു അബ്ബാസ് പ്രായം കൊണ്ട് ചെറിയ ആളായതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ അരികിൽ പോയി ഇരിക്കുന്നത്, അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അരികിലൊന്ന് ഇരിക്കാനോ സംസാരിക്കാനോ സാധിക്കില്ല. അത്രത്തോളം ഇൽമിന്റെ ജലാലത്തും ഹൈബത്തുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള ദുആ, അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. ദീനിൽ ഫിഖ്ഹ് കൊടുക്കണം, അള്ളാഹിന്റെ കലാമിന്റെ തഅ്വീൽ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് തർജുമാനുൽ ഖുർആൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദീർഘകാലം ജീവിച്ചിട്ടുള്ള സഹാബി വര്യനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലൂടെയാണ് ഈ ഇൽമ് ലോകത്ത് പിന്നീട് കൈമാറിയിട്ടുള്ളത്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായ. ഖാൽ, അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ അസറാണ്, മൻ അഹബ്ബ ഫില്ലാഹ്, മൻ അഹബ്ബ ഫില്ലാഹ്, ഒരാൾ അല്ലാഹുവിന് വേണ്ടി അള്ളാന്റെ വഴിയിൽ ഒരാൾ സ്നേഹിച്ചു. മൻ അഹബ്ബ ഫില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അയാൾ സ്നേഹിച്ചു. സ്നേഹിച്ചത് പല കാര്യത്തിലേക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്നേഹം അധികവും ദുന്യാവിന്റെ ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. അതിനെ മനുഷ്യന് കഴിയുള്ളൂ ഇക്കാലത്ത്. വന്നഫ്സു മൂലിഅത്തുൻ ബിഹുബ്ബിൽ ആജിൽ. കാരണം മനുഷ്യന്റെ മനസ്സിന് ഒരു ചാപല്യമുണ്ട്. എന്താണ് ആ ചാപല്യം? പെട്ടെന്ന് ഇവിടുന്ന് എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിൽ അതിൽ വളരെ വളരെ തൽപരനായിരിക്കും മനുഷ്യന്റെ മനസ്സ്.
അവിടുന്ന് കിട്ടും, പരലോകത്തുനിന്ന് കിട്ടും, പിന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ അതിലേക്ക് മനുഷ്യൻ പോവില്ല. ഇനി ഇവിടുന്ന് കിട്ടുന്ന കാര്യം തന്നെ പെട്ടെന്ന് കിട്ടുന്നതും കുറച്ചു കഴിഞ്ഞ് കിട്ടുന്നതുമാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നതിനേക്കാണ് മനുഷ്യൻ പോവുക. ഈ സംഗതി ഇപ്പൊ നമ്മളിതിന് മുതിരുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് 2 ലക്ഷം കിട്ടും, നമ്മൾ ഒന്ന് താമസിക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിലേക്ക് അത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും മനുഷ്യന്. ഇപ്പൊ കിട്ടുന്ന 2 മതി എന്ന് പറയും. അത് കിട്ടണം. ഇതാണ് മനുഷ്യന്റെ സാമർത്ഥ്യം. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയേ മനുഷ്യൻ എന്ത് ചെയ്യുള്ളൂ, മുഷിയുള്ളൂ, അതിനുവേണ്ടിയേ സ്നേഹിക്കുള്ളൂ, അതിനുവേണ്ടിയേ വെറുക്കുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. സ്നേഹിക്കുന്നത് ഫില്ലാ, അള്ളാഹുവിന്റെ വഴിയിലാണ്, അള്ളാന്റെ മാർഗത്തിലാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. വഅബ്ഗള ഫില്ലാ, അതുപോലെ തന്നെ അയാൾ കോപിക്കുന്നത്, അയാൾ വെറുക്കുന്നത്, അബ്ഗള വെറുക്കുന്നത് ഫില്ലാ, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ വെറുത്തു. വവാലാ ഫില്ലാ, മുവാലാത്ത് കാണിച്ചു. മുവാലാത്തിന്റെ അർത്ഥം അൽ മവദ്ദത്തു വന്നുസ്റ, അൽ മവദ്ദത്തു വന്നുസ്റത്തു, സ്നേഹവും സഹായവുമാണ്. ഒരാളെ സ്നേഹിക്കുകയും ആ സ്നേഹമുള്ളതുകൊണ്ട് അയാളെ പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്താൽ അയാളോട് നമ്മൾ വലാ കാണിച്ചു എന്നാണ് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ വലാ കാണിക്കണം. അല്ലാഹ് നമുക്ക് ഇങ്ങോട്ടും വലാ തരും. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ പരസ്പരം വലാ കാണിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം പിന്തുണയും സഹായവും നൽകുകയും ചെയ്യണം എന്നാണ്. അതുകൊണ്ട് തന്നെ വലാഇന്റെ അർത്ഥം അൽ മവദ്ദത്തു വന്നുസ്റ, സ്നേഹവും സഹായമാണ്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് സഹായിക്കുന്നത്. വആദാ ഫില്ലാ, മുവാലാത്തിന്റെ നേരെ വിപരീതമായ ആശയമാണ് മുആദാത്തു ഫില്ലാ, അൽ വലാഉ വൽ ബറാ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ശത്രുത കാണിച്ചു. ഇന്ന് ശത്രുത കാണിക്കുന്നത് ദുനിയാവിന്റെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കും. അള്ളാന്റെ വിഷയത്തിൽ വെറുക്കേണ്ട ഒരാളെ വെറുക്കൂല. എന്ന സ്വഹാബത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒരാൾ വന്നിട്ട് ഇബ്നു ഉമറിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു, ഉഹിബ്ബുക ഫില്ലാ. അപ്പൊ ഇബ്നു ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, ഉബ്ഗദുക ഫില്ലാ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയല്ല നിന്നെ വെറുക്കും. ആ വെറുക്കുന്നു എന്ന് പറയാൻ കാരണം അയാൾ ബാങ്ക് കൊടുക്കുമ്പോ ഈണം വരുത്തും എന്നുള്ളതാണ് ഇതിന്റെ കാരണം. അത്തരം വിഷയങ്ങൾ വരെ അവര് ഗൗരവത്തിലെടുക്കുകയും അത് തിരുത്തുകയും അതിന്റെ പേരിൽ സ്നേഹം പുലർത്തുകയും ആ നന്മയില്ലെങ്കിൽ അതിന്റെ പേരിൽ വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അങ്ങനെയാണ്. അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കും, അള്ളാന്റെ കാര്യത്തിൽ വെറുക്കും. അല്ലാത്തൊരു കാര്യത്തിലേക്ക് അവർ പോകൂല. അല്ലാത്ത കാര്യം അത് ചെറുതാണ്. അത് ഇന്ന് നാളെ മറ്റന്നാൾ 2-3 ദിവസം കൊണ്ട് തീരാനുള്ള കാര്യമാണ്. അത് വിട്ടേക്കും. അള്ളാന്റെ കാര്യം എന്താണോ അള്ളാഹ്ക്കുള്ളത് അതാണ്. മാകാന ലില്ലാഹി ബഖി, അതെവിടെ ബാക്കിയാവുള്ളൂ. മറ്റേ നിലനിൽക്കൂല, പെട്ടെന്ന് പൊളിയാനുള്ളത്. അതുകൊണ്ട് അയിമ നിങ്ങൾ വല്ലാതെ കെട്ടിക്കൊടുക്കണ്ട. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വെറുത്തു. ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി മുവാലാത്ത് കാണിച്ചു, സ്നേഹവും അതുപോലെ സഹായവും നൽകി. ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ശത്രുത കാണിച്ചു. എങ്കിൽ ഫഇന്നമാ തുനാലു ബിദാലിക വലായത്തുല്ലാഹി ബിദാലിക, ഫഇന്നമാ തുനാലു വലായത്തുല്ലാഹി ബിദാലിക. വലായ ബിഫത്ഹിൽ വാവ്, ഫത്ഹ് കൊടുത്തിട്ട് വായിക്കണം. വിലായത്ത് പറഞ്ഞിട്ട് വേറൊരു വാക്കുണ്ട്. വിലായത്ത് എന്ന് പറഞ്ഞാൽ അധികാരമാണ്. വിലായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം എന്നാണ്. വലായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള സ്നേഹവും പിന്തുണയും സഹായവും ആണ്. ഇങ്ങനെ ഒരാൾ ചെയ്തെങ്കിൽ മാത്രമേ, ഈ നടപടിയിലൂടെ മാത്രമേ അള്ളാന്റെ വലായത്ത് ലഭിക്കുകയുള്ളൂ. ഫഇന്നമാ തുനാലു, ഇതുകൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ വലായത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വലായത്ത്. ബിദാലിക, ഈ കാര്യം കൊണ്ട് മാത്രം. അള്ളാഹ് നമ്മളെ സ്നേഹിക്കുകയും അള്ളാഹ് നമ്മളെ പിന്തുണക്കുകയും അള്ളാഹിന്റെ സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കണം. അതുപോലെ തന്നെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വലായത്ത് കാണിക്കണം, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മുആദാത്ത് കാണിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ വലായത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വലൻ യജിദ്, ഒരിക്കലും അനുഭവിക്കുക സാധ്യമല്ല. വജദ യജിദു, അനുഭവിക്കില്ല. അബ്ദുൻ, ഒരടിമയും ഒരു മനുഷ്യനും അനുഭവിക്കുകയില്ല. തഅമൽ ഈമാൻ, ഈമാനിന്റെ രുചി.
ഈമാൻ എന്ന് പറയുന്നതിന് ഒരു രുചിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഹലാവ. എന്താണ് അതിന്റെ രുചി? അത് പുളിപ്പാണോ മധുരാണോ? ഇവിടെ രുചി എന്നാണ് പറഞ്ഞത്. ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഹലാവ, അതിന്റെ മധുരം തന്നെയാണ്. ഈമാനിന് ഒരു രുചിയുണ്ട്, ആ രുചി മധുരമാണ്. ആ ഈമാനിന്റെ രുചി, ഈമാനിന്റെ ആ മാധുര്യം അനുഭവിക്കുകയില്ല വഇൻ കസുറത്തു സ്വലാത്തുഹു, ഒരാളുടെ നമസ്കാരം എത്ര വർദ്ധിച്ചാലും, വസൗമുഹു, അയാൾ എത്ര നോമ്പ് നോറ്റാലും, ഹത്താ യകൂന കദാലിക്, നേരത്തെ നാം പറഞ്ഞത് പ്രകാരം അയാളാകുന്നതുവരെ ഈമാനിന്റെ രുചി അയാൾക്ക് കിട്ടില്ല. കാരണം ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. ഈമാൻ എന്ന് പറയുന്ന ഈ പാശത്തിന്റെ, ഈ കയറിന്റെ ഏറ്റവും ഉറപ്പുള്ള പിരി, അത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വെറുപ്പാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സ്നേഹവും പിന്തുണയും നൽകണം, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ശത്രുത കാണിക്കണം. ഇതിലേക്ക് ഒരാൾ എത്തിപ്പെട്ടാൽ ഈമാനിന്റെ തഅമ് അഥവാ ഹലാവത്ത് അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അല്ലാതെ നമസ്കാരം, ചില ആളുകളുണ്ട് ഇത്തരത്തിലുള്ള മുത്തസല്ലബാത്തുകൾ, ശറഇൽ അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുള്ള അസ്ലിയായ കുറെ കാര്യങ്ങൾ അതിൽ വീഴ്ച വരുത്തും. എന്നാൽ വേറെ കുറെ കാര്യങ്ങൾ ചെയ്തു എന്നും വരും. ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് കുറച്ച് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നൊരു സംഗതിയല്ല. യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖിലൂ ഫിസ്സിൽമി കാഫത്തൻ, നിങ്ങൾ സിൽമില്, അള്ളാന്റെ ഈ സമാധാനത്തിന്റെ മതത്തിൽ, ഈ സമർപ്പണത്തിന്റെ മതത്തിൽ നിങ്ങൾ പ്രവേശിക്കണം. കാഫത്തൻ, അതിന് രണ്ട് മാനമുണ്ട്. ഒന്ന് എല്ലാവരും വരണം, അതേപോലെ തന്നെ അതിലേക്ക് പൂർണ്ണമായി വരണം. കാഫത്തിന്റെ ഒരർത്ഥം പൂർണ്ണമായി വരണം. രണ്ട് മാനയുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗികമായി സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെയധികം എതിർത്ത് പറയാണ് ചെയ്തിട്ടുള്ളത്. ദീൻ പൂർണ്ണമായി പിന്തുടരാതെ തനിക്കിഷ്ടമുള്ള സൗകര്യമുള്ള കുറച്ചെടുത്തു, ബാക്കിയുള്ളത് ഉപേക്ഷിച്ചു. അങ്ങനത്തെ ഒരു വർഗ്ഗമുണ്ട്. അഥവാ ഇവിടുത്തെ ഏതാണ്ട് എല്ലാ ആൾക്കാരും അങ്ങനെ, ദീനിന്റെ ആൾക്കാർ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. അവർക്ക് സൗകര്യവും അവർക്ക് ആവശ്യമുള്ളതും അവരെടുക്കും. അവരുടെ ദുന്യാവിന്റെ താല്പര്യങ്ങൾക്ക് എതിരാകുന്നത് അവർ അവഗണിക്കുകയും ചെയ്യും. അങ്ങനത്തത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കാൻ പോകുന്നില്ല. ദീനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക തന്നെ വേണം, പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളണം. അങ്ങനെ പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരാൾ, അയാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഈ താഴ്മ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് പറഞ്ഞു വഖദ് സ്വാറത്ത് ആമ്മത്തു മുആഖാത്തിൻ നാസി അലാ അംരി ദുനിയ. ഇതാണ് വാഖഅ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കറന്റ് സിറ്റുവേഷൻ, അദ്ദേഹം ജീവിച്ച കാലത്ത് തന്നെ, റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് സ്വഹാബത്തിന്റെ കാലം തീരുന്നതിന് മുമ്പ് തന്നെ ആളുകളിൽ ദുനിയാവ് അതിര് വിട്ടു വന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഫിഖ്ഹാണ്, ഫിഖ്ഹുൽ വാഖ്. അദ്ദേഹം ആ സാഹചര്യത്തെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് പറയാണ് വലഖദ് അസ്ബഹത് വഖദ് സ്വാറത് ആയി തീർന്നിട്ടുണ്ട്. ആമ്മത്തു മുആഖാത്തിന്നാസ്, ജനങ്ങളുടെ സാഹോദര്യം, ജനങ്ങളുടെ സാഹോദര്യ ബന്ധം, അത് ഒട്ടുമിക്ക ബന്ധങ്ങളും ഇന്നായി തീർന്നു. അല അംരി ദുനിയാ, ദുന്യാവിന്റെ കാര്യത്തിന്മേൽ. ദുന്യാവിന് ബന്ധത്തിനാണ് വില, ദീനിന്റെ ബന്ധത്തിന് ആര് വില കൽപ്പിക്കുന്നു? ഞാൻ അവനുമായിട്ട് വേറൊരിടപാടുണ്ട്, ഞാൻ അവനുമായിട്ട് ഒരു കുടുംബ ബന്ധമുണ്ട്. ദീനിന്റെ ഒരു ദീനിന്റെ ഒരു താല്പര്യം, നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ ഒരു താല്പര്യം വരികയാണെങ്കിൽ ദീൻ അപ്പോടെ മറക്കും, കുടുംബ ബന്ധത്തിനായിരിക്കും വരാം. ദീനിന്റെ ഒരു താല്പര്യം വന്നു, ദുന്യാവിന്റെ വേറെ കച്ചവടത്തിന്റെ, ഓനും ഞാനും കച്ചവടത്തിന് പാർട്ട്ണറാണ്, അപ്പൊ പാർട്ട്ണർഷിപ്പിനായിരിക്കും അവിടെ വരാം. അല്ലെങ്കിൽ ഞാനും ഓനും തമ്മിൽ വേറൊരു പരിപാടിയുണ്ട്, ദുന്യാവിന്റെ മറ്റെന്തെങ്കിലും ഒന്നുണ്ട്, അതിനായിരിക്കും വില. ആരാ ദീനിന് വില കൽപ്പിക്കുന്നത്? ആരാണ് അള്ളാഹ്ക്ക് വില കൽപ്പിക്കുന്നത്? ആരാണ് അള്ളാഹിനെ റസൂലിനെ അനുസരിക്കാൻ പോണത്? അത് നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും എതിരാകാതെ ഒത്തുകിട്ടുകയാണെങ്കിൽ ഒരു ചെലവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നോക്കാം. അങ്ങനെയല്ല. അവിടെ നേരത്തെ പറഞ്ഞ ആയത്ത് മാത്രമാണ് അവരുടെ മനസ്സിൽ വരേണ്ടത്. ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമുഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർളൗനഹാ
അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി. ഇതാണ് സ്ഥിതി. ഓരോരുത്തരും ഫൽയുറാജിഅ നഫ്സഹ്, സ്വന്തത്തോട് ഒന്ന് പരിശോധിച്ചു നോക്കട്ടെ. ക്രൈസ്തവരെ പോലെ അച്ഛന്റെ അടുക്കൽ പോയിട്ട് കുമ്പസരിക്കുന്ന രീതി ഇസ്ലാമിലില്ല, പാടില്ലാത്ത കാര്യമാണ്. അവനവൻ ചെയ്തിട്ടുള്ള തെറ്റ് അള്ളാഹിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, പൊറുക്കാൻ വേണ്ടി. വേറെ ആരോട് പറയാൻ പാടില്ല. കുല്ലു ഉമ്മത്തി മുആഫ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതൊരുത്തനും അള്ള പുറത്തു കൊടുത്തു എന്ന് വരും. ഇല്ലൽ മുജാഹിറൂൻ, എന്നാല് രാത്രിയിൽ അയാൾ തെറ്റ് ചെയ്യുന്നു, അള്ളാഹ് അയാൾക്ക് മറച്ചു പിടിച്ചു കൊടുത്തതാണ്. നേരം വെളുത്ത് പുലർന്നാൽ അയാൾ തന്നെ അത് വിളിച്ചു പറയണം, അത് പാടില്ലാത്ത. അങ്ങനെ പരസ്യപ്പെടുത്തുന്നവന് അള്ള പുറത്തു കൊടുക്കൂല. അത് ഏത് അച്ഛന്റെ മുന്നിലാണെങ്കിലും അമ്മന്റെ മുന്നിലാണെങ്കിലും വേറുള്ളവരുടെ മുന്നിലാണെങ്കിലും അത് പോയിട്ട് കുമ്പസരിക്കാനാവട്ടെ അല്ലാത്തതിനാകട്ടെ അത് വിളിച്ചു പറയാൻ പാടില്ലാത്തതാണ്. മറഞ്ഞതൊക്കെ മറഞ്ഞിരിക്കട്ടെ, അള്ളാഹിനോട് അത് സ്വകാര്യമായി പറയണം. കണ്ണിൽ വെള്ളം നിറക്കണം. അനുദപിക്കുന്ന മനസ്സുമായി അള്ളാഹുവിനോടത് പൊറുക്കാൻ വേണ്ടിയിട്ട് പറയണം. അതല്ലാത്ത മറ്റു വഴിയില്ല. സ്വന്തത്തോടൊന്ന് ഹിസാബ് നടത്തണം. സ്വന്തത്തിൽ നിന്ന് ഹിസാബ് നടത്താൻ ഉമർ ഖത്താബ് പറഞ്ഞു, ഹാസിബു അൻഫുസക്കും ഹാസിബു അൻഫുസക്കും ഖബല അൻ തുഹാസബു. അള്ളാന്റെ മുന്നിൽ വരും, ഇതൊന്നും മറഞ്ഞിരിക്കൂല, ഇതൊന്നും മറയാൻ പോകുന്നതല്ല. അള്ളാന്റെ മുമ്പാകെ വരുമ്പോൾ ഇതൊക്കെ വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ലോകത്തിന്റെ മുമ്പാകെ അള്ളാഹു അവന്റെ സ്ഥിതി തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ആ ഹിസാബ് നേരിടുന്നതിന് മുമ്പ് മനുഷ്യ നീ സ്വന്തം വിലയിരുത്തി നോക്കണം. എവിടെയാണ് എന്റെ മുആഹാത്ത്? ആരോടാണ് എന്റെ മുവാലാത്ത്? ആരോടാണ് എന്റെ മുആദാത്ത്? ഞാൻ ദുന്യാവിനാണോ, ദുന്യാവിന്റെ അടിസ്ഥാനത്തിലാണോ ഞാൻ ഈ മുൻഗണന കൊടുത്തിട്ട്? അതല്ല അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടുമുള്ള സ്നേഹം, അള്ള സ്നേഹിക്കണമെന്ന് പറഞ്ഞവരോടുള്ള സ്നേഹം, അള്ള വെറുക്കണമെന്ന് പറഞ്ഞവരോട് വെറുക്കുക തന്നെ ചെയ്തിട്ടുണ്ടോ? അതല്ല എനിക്ക് എന്റെ ദുനിയാവാണോ ബന്ധങ്ങളാണോ വലുത്? എത്ര എത്ര വലിയ വലിയ ത്യാഗികളാണ്, യോഗികളാണ്, യോഗ്യന്മാരാണ്, പരമയോഗ്യന്മാരാണ് എന്ന് കേട്ടവരാണ് ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു മെഹനത്തിന്റെ ഘട്ടത്തിൽ അവരെ ദീന് പൊളിഞ്ഞു പോണെന്ന് നമ്മൾ കാണുന്നത്. എന്താ ഇപ്പൊ ചെയ്യാ? മകളെ അവർ കെട്ടിച്ചുകൊടുത്തു പോയില്ലേ? കെട്ടിച്ചുകൊടുത്തിട്ടല്ലേ ഉള്ളൂ. കെട്ടിച്ചു കൊടുത്തത് കെട്ടയക്കാനും എളുപ്പ. അള്ളാന്റെ കൽപ്പനക്കും താല്പര്യത്തിനും എതിരാണ് ഒരു കെട്ട് എങ്കിൽ ആ കെട്ടം അഴിച്ചിടാൻ വളരെ എളുപ്പമാകണം. എന്താ ചെയ്തു പോകുക? ഞാൻ അതിൽ പെട്ടുപോയില്ല, അവന്റെ കൂടെയാണ് എന്റെ ഇല്ല, അവന്റെ കൂടെയാണെങ്കിൽ അവൻ തീർക്കാം. അതല്ല തിജാറത്തും തഖ്ശൗന കസാദ, അങ്ങനെയാണെങ്കിൽ കച്ചവടത്തിലൊന്നും മുടങ്ങിപ്പോകുന്നതാണ് പേടിക്കണമെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹ്ക്ക് വേണ്ടി ഒന്നൊരാൾ ഒഴിവാക്കിയാൽ അതിലും നല്ല ഇവൽ, അതിലും നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് അള്ളാഹ് അവന് ഇങ്ങോട്ട് കൊടുക്കും. പക്ഷെ അതിന് ഈമാൻ വേണം, യഖീൻ വേണം. അള്ളാഹ് എന്നെ സഹായിക്കും, കൈവിടൂല എന്നുള്ള ഉറപ്പ് വേണം. വേറെ ആരെങ്കിലും ഒരു പിശാച്ചു വന്നിട്ട് അശ്ശൈത്വാനു യഇദുക്കുമുൽ ഫഖർ, അപ്പൊ ഒരു പിശാച്ചു വന്നിട്ട് ചെവിയിൽ മന്ത്രിക്കും, അതിന് നിന്നാണ്ടല്ലോ ഒടിഞ്ഞു പോകട്ടോ, ദാരിദ്ര്യം വരും. പിശാച്ചാനെ വന്നിട്ട് പേടിപ്പിക്കും. അതിന് പേടിച്ചു പോയാൽ നേരത്തെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ മാതിരിയാണ് നമ്മളെ അവസ്ഥ. മുആഫാത്തിൽ ഇങ്ങനെ പോയി മരിച്ചാല് ചിലപ്പോൾ രക്ഷപ്പെടും. മെഹനത്ത് പരീക്ഷണം വന്നാലോ നമ്മൾ കാലിടറി വീട് വെച്ചു. ഈ സ്ഥിതിന്റെ ഇത് വെറും മുത്തലഖുൽ ഈമാൻ മാത്രമുള്ളതുകൊണ്ടാണ്. മുക്കമ്മിലാത്തിലേക്ക് അൽ കമാലുൽ വാജിബുൽ ഈമാൻ, ഈമാനിന്റെ അനിവാര്യമായ പൂർത്തീകരണങ്ങൾ അത് നമ്മൾ സാധിച്ചെടുക്കണം. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കണം, അള്ളാഹ്ക്ക് വേണ്ടി മുവാലാത്ത് നടത്തണം, അള്ളാഹ്ക്ക് വേണ്ടി മുആദാത്ത് നടത്തണം. അപ്പോഴേ ഈമാനിന്റെ തറങ്ങും, ഈമാനിന്റെ ഹലാവത്ത് അവൻ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. വഖദ് സാറത്ത് ആമ്മത്തു മുആഖാത്തിൻ നാസ് അലാ അംരി ദുനിയ, ജനങ്ങൾ സാഹോദര്യ ബന്ധം ഇന്ന് അവർ പുലർത്തുന്നത് ദീനിന്റെ പേരിലല്ല, അത് ഒട്ടുമിക്ക ബന്ധങ്ങളും ദുനിയാവിന്റെ പേരിലായി തീർന്നിരിക്കുന്നു. വദാലിക ലാ യുജ്ദി അലാ അഹ്ലിഹി ശൈഅ, അത് അതിന്റെ ആളുകൾക്ക് ഒരു തരത്തിലും ഉപകാരം ചെയ്യൂല. പരലോകത്ത് വരുമ്പോൾ അൽഅഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, ഇവിടെ വലിയ സുഹൃത്തുക്കളായിട്ട് ടീം നടന്ന ആൾക്കാരുണ്ടാവും. അവിടെ വരുമ്പോ പോയി അവര് ശത്രുക്കളായിരിക്കും. മുത്തഖീങ്ങൾ ഒഴിച്ച് ഇല്ലൽ മുത്തഖീ, ബാക്കിയുള്ള ഒരു ബന്ധവും നിലനിൽക്കൂല. ഇതൊന്നും നിലനിൽക്കുകയില്ല. ലാ യുജ്ദി അലാ അഹ്ലിഹി ശൈഅ, അതിന്റെ ആളുകൾക്ക് യാതൊരു തരത്തിലും അത് ഉപകാരം ചെയ്യൂല. ഇത് ഇബ്നു അബ്ബാസിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്, ഇബ്നു ഉമറിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ് പോലുള്ള ആളുകളൊക്കെ ഏതാണ്ട് ഇത് ഒരുമിച്ച് പറഞ്ഞാൽ
ആ അസറിന് വലിയൊരു വിലയുണ്ട്. അവരുടെ ഇത്തരം മറാസീലുകൾക്ക് വലിയ വിലയുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അസ്ല് ഖുർആനിന്റെ ആയത്തുകളിൽ തന്നെ ഒന്നിലധികം ആയത്തുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള വലാഇന്റെയും ബറാഇന്റെയും ആയത്തുകളിൽ നിരവധി ആയത്തുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആശയമാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. അവസാന ഭാഗം പറഞ്ഞത് വഖദ് സ്വാറത്ത് അമ്മത്തു മുആഖാത്തിൻ നാസി അലാ അംരി ദുനിയ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഫിഖ്ഹുഹും ലിൽ വാഖ്, അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ജനങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥയെ സംബന്ധിച്ചുള്ള അവരുടെ റീഡിംഗ് ആണ്. അതിനുശേഷം വദാലിക ലാ യുജ്ദി അലാ അഹ്ലിഹി ശൈഅ എന്നുള്ളത് അത് മഅനൻ മിൻ മആനി അൽ ഖുർആനിയ്യ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള ആശയങ്ങളുടെ അതിന്റെ മിസ്താഖ് ഖുർആനിലുണ്ട്. ആ ആശയത്തിന്റെ മറ്റൊരു പുനരാവിഷ്കരണം മാത്രമാണ്. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞു ഫി ഖൗലിഹി തആല വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് إذ تبرأ الذين اتبعوا من الذين اتبعوا وتقطعت بهم الأسباب ورأوا العذاب وتقطعت بهم الأسباب. ഖിയാമത്ത് നാളിൽ അനുയായികളെ പിന്തള്ളിക്കൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ട് പിന്തുടരപ്പെട്ടിരുന്ന ഈ ദുനിയാവിൽ ആരാധിക്കപ്പെട്ടിരുന്ന വ്യാജ ദൈവങ്ങളുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അവരുടെ അനുയായികളെ കൈയൊഴിക്കും, ഒഴിഞ്ഞു മാറും. ഞങ്ങളും അവരായിട്ടൊരു ബന്ധമില്ല, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് ദുആ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ചു നോക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങന്മാരെയും ബീവിമാരെയും വിളിച്ചു നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ പരലോകത്ത് വരുമ്പോ അവരുടെ അനുയായികളെ തള്ളിപ്പറയും, ഞങ്ങളറിയില്ല, ഞങ്ങൾ അവരോട് ആരാധന ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. എത്രത്തോളം പിശാച് പോലും, പിശാച് വാചകൊന്ന് മാറ്റുന്നു മാത്രമേ ഉള്ളൂ. എന്താ റബ്ബേ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവരെ വിളിച്ചു, അവരെ വിളി കേട്ടു, അത്രേ ഉള്ളൂ. ഓർക്ക് വേണമെങ്കിൽ കേൾക്കാതിരിക്കാമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ നിർബന്ധിക്കാൻ, ഞാൻ ആളല്ല, നിർബന്ധിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ വിളിച്ചു, അവർ കേട്ടു, അതുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥിതി വന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടി ഇനി സഹിക്കല്ലാണ്ട് വേറെ നിവൃത്തില്ല, പിശാച് ഒഴിഞ്ഞു മാറും. അവർക്കിടയിലുള്ള എല്ലാ അസ്ബാബുകളും വിച്ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അസ്ബാബ് എന്താണ്? അസ്ബാബിന്റെ വ്യാഖ്യാനം മഹാനായ മുഫസ്സിർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം ഖാല അൽ മവദ്ദ, അവർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ അവിടെ തീർത്തും മുറിഞ്ഞു പോകുമെന്നാണ്. അവർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ തീർത്തും മുറിഞ്ഞു പോകും എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ഈ കാര്യം ആ ആയത്തിന്റെ വ്യാഖ്യാനം മാത്രമല്ല, അത് നേരത്തെ ഞാൻ നിങ്ങളോട് ഓതി വെച്ചിട്ടുള്ള ആയത്ത് കൂടി അതിലേക്കുള്ള തെളിവാണ്. നേരത്തെ ഞാൻ ഓതി വെച്ചല്ലോ, അല്ലഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, അല്ലഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ, സൂറത്തു സുഖ്റുഫിലുള്ള 67ാമത്തെ ആയത്ത്. ഇത് ഏതിലേക്കുള്ള തെളിവാ പറയുന്നത്? ഇബ്നു അബ്ബാസ് പറഞ്ഞു വഅസ്ബഹത് وصارت عامة مؤاخاة الناس على أمر الدنيا وهذه مطالعته رضي الله عنه للفقه الواقع. ഇത് ഇബ്നു അബ്ബാസ് അന്നത്തെ കറന്റ് സിറ്റുവേഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കമന്റാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അത് ലാ യുജ്ദി, ഒരു നിലക്കും ഉപകാരം ചെയ്യുകയില്ല, അതിന്റെ അഹ്ലുകാർക്ക് ഷൈഅൻ, ഒരു തരത്തിൽ ഉപകാരം ചെയ്യൂല എന്ന് പറഞ്ഞതിലേക്കുള്ള തെളിവായിട്ട് ഒന്ന് സുഖ്റുഫിലുള്ള ആയത്ത് ഉദ്ധരിച്ചു. അല്ലഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു. ഇവിടെ വലിയ സുഹൃത്തുക്കളായി നടന്ന ആളുകൾ അന്ന് പരലോകത്ത് വരുമ്പോൾ ശത്രുക്കളായി തീരും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴിച്ച്. അതുകൊണ്ട് നിലനിൽക്കുന്ന സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ തഖ്വയുടെ സ്നേഹബന്ധമാണ്. ദീനിന്റെ പേരിലുള്ള അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ആ മുവാലാത്ത്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള മുആദാത്ത്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഹുബ്, അള്ളാഹുക്ക് വേണ്ടിയുള്ള ബുഗ്ദ്, അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിലേക്കുള്ള മറ്റൊരു തെളിവായി സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്ത്, ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ആ അസ്ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കിടയിലുള്ള എല്ലാ സ്നേഹബന്ധങ്ങളും അതോടുകൂടി തീർത്തും മുറിഞ്ഞു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നീട് അള്ളാഹിനോടുള്ള മഹബ്ബത്ത് അത് വർദ്ധിക്കുന്നതിന് ഇനി നമുക്ക് എന്താ നടപടി? ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ഈ മഹബ്ബത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 10 കാര്യങ്ങൾ മുഹഖ്ഖിഖുകളായിട്ടുള്ള ഉലമാക്കൾ
ഇസ്തിഖ്റാഅൻ മിൻ നുസൂസിൽ കിതാബ് വസ്സുന്നതി വആഥാരി സലഫിന സ്വാലിഹ് റളിയല്ലാഹു അൻഹു. ഖുർആനിന്റെ വചനങ്ങളിൽ നിന്നും റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്നും അതുപോലെ സലഫു സ്വാലിഹുകളുടെ ആധാറുകളിൽ നിന്നും ഇസ്തിഖ്റാ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൂടാനുള്ള വഴി. ആ 10 നോട്ട് ചെയ്തിട്ട് 10 ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. കഴിയുന്നത്ര കാര്യം നമ്മൾ നടപ്പിലാക്കിയാലേ നടക്കുള്ളൂ. ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുർ വത്തഫഹുമി ലിമആനീഹി വമാ ഉരീദ ബിഹി. ഖുർആൻ പാരായണം ചെയ്യുക. അതിന്റെ ഖുർആനിൽ അല്ലാഹു നമ്മെ തെര്യപ്പെടുത്തുന്ന ആശയങ്ങളെക്കുറിച്ച് നമ്മൾ പര്യാലോചന നടത്തുക. ആ ആയത്തിൽ അള്ളാന്റെ മുറാദ് എന്താ, അള്ളാഹ് ഉദ്ദേശിച്ച കാര്യം എന്താണോ അതിനെക്കുറിച്ച് വേണ്ടതുപോലെ ചിന്തിക്കുക. ഖുർആൻ വായിക്കുക, അതിന്റെ തിലാവത്തിന് കൂലിണ്ട്, അതിന്റെ മആനിയെക്കുറിച്ച് തദബ്ബുറും തഫഹുമും നടത്തുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. പതിവായി ഖുർആൻ ഓതുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഓതുകയാണെങ്കിൽ തന്നെ അത് വെറും മോത്താണ്. അതിന് പ്രതിഫലമുണ്ട്. അത് ചെറുതല്ല, വലിയ കാര്യമാണ്. അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ് തദബ്ബുറു മആനീഹി വതഫഹുമുഹു. ഇത് നമ്മൾ ഖുർആൻ ഓതുകയും അത് കൂടുതൽ വായിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്നതോറും മഹബ്ബത്തുല്ലാഹ്, അള്ളാഹിനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ സ്നേഹം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് സ്വാധീനിക്കും. മേഖലകളിൽ അത് പ്രതിഫലിച്ചു വരും. ഇതൊന്നുമില്ലാതെ, ഉൾക്കരുത്തില്ലാണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തടുക്കുന്നു എന്ന് പറയുന്നത് കഴിയില്ല. ഏതൊരു കാര്യം മനുഷ്യൻ ചെയ്യണമെങ്കിലും പറയണമെങ്കിലും അതിന് മനസ്സിൽ അതിനുള്ള വിശ്വാസത്തിന്റെ കരുത്ത് വേണം. ആ കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കണം. ആ കരുത്ത് ആർജിക്കാനുള്ള അസ്ബാബുകളാണ് പറയുന്നത്. ഒന്ന് ഖുർആൻ പാരായണം ചെയ്യുക, അതിന്റെ മആനികൾ തദബ്ബുർ നടത്തിയിട്ട് തഫഹുമ് നടത്തിയിട്ട്. രണ്ടാമത്തേത് അത്തഖർറുബു ഇലല്ലാഹ് ബിന്നവാഫിൽ ബഅദൽ ഫറാഇദ്. ചിലരൊക്കെ ഉണ്ട്, നാടൻ ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റക്അത്ത് പിടിച്ച് റുക്കൂ എടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, റുക്കൂ പിടിച്ചിട്ട് റക്അത്ത് എടുക്കുന്ന ആൾക്കാരുണ്ട്. ലാസ്റ്റിലിട്ട് വരും. മനസ്സിലായില്ലേ? റുക്കൂ കിട്ടിയാൽ തന്നെ റക്അത്ത് കിട്ടിയാലോ ആ പറഞ്ഞു മാത്രം പറഞ്ഞത്ര ഒപ്പിച്ചിട്ട് ജസ്റ്റ് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. സുബഹിസ്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സലാം വീട്ടി വാലൈക്കും മുസ്സലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെരിഞ്ഞു മുന്നിട്ടാണ് ഉറങ്ങും. ഇതല്ല. അള്ളാഹു സ്നേഹിക്കുന്ന ഒരു അടിയാൻ, അള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു അടിയാൻ ഫർളുകൾ കഴിഞ്ഞാൽ പിന്നെ നവാഫിലുകൾ വർദ്ധിക്കും. ما زال عبدي بالنوافل يقرب حتى أكون له يدا والأرجل. നവാഫിലുകൾ വർദ്ധിപ്പിക്കണം. അത് നമസ്കാരമാണെങ്കിൽ നവാഫിലുണ്ട്, നോമ്പാണെങ്കിൽ നവാഫിലുണ്ട്, സകാത്തിന് പുറമെ സ്വതക്കയുടെ നവാഫിലുകളുണ്ട്, ഹജ്ജും ഉംറയുമാണെങ്കിൽ നമുക്ക് സാധിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായതിന് പുറമെ നവാഫിലുകളുണ്ട്. വേറെ ഐച്ഛികമായ കാര്യങ്ങൾ എല്ലാറ്റിലും കൊടുത്തിട്ടുണ്ട്. ഫർളായ കാര്യങ്ങൾക്ക് പുറമെ ഐച്ഛികമായ കാര്യങ്ങൾ കൂടി. ഫർള് ചെയ്യാണ്ട് ഐച്ഛികമായ കാര്യം ചെയ്തിട്ടൊരു കാര്യമല്ല കേട്ടോ. ഫർള് പൂർത്തീകരിച്ചതിന് ശേഷം ആ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യണം. അതിന് 2 നേട്ടം നമുക്കുണ്ട്. ഒന്ന്, ഫർളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാതെ പോയാൽ, എന്തെങ്കിലും കുറവുകൾ അപാകങ്ങൾ സംഭവിച്ചാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇനത്തിൽപ്പെട്ട നവാഫിലുകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അത് പരിഹരിക്കും. 2, ഇനി ഫർളുകളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നവാഫിലുണ്ടെങ്കിൽ അതുകൊണ്ട് അല്ലാഹനെ കൂടുതൽ സ്നേഹിക്കും, അവനെ കൂടുതൽ സ്നേഹിക്കും, അള്ളാഹുവിലേക്ക് കൂടുതൽ 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 അടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം 2 പറഞ്ഞു. ഇനി മൂന്നാമത്തേത് ദവാമു ദിക്രിഹി അലാ കുല്ലി ഹാൽ ബിൽ ലിസാൻ വൽ ഖൽബ് വൽ അമൽ വൽ ഹാൽ. അള്ളാഹിനെ കുറിച്ചുള്ള റിമംബറൻസ്, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണമാണ്. എല്ലാ സന്ദർഭങ്ങളിലും അത് കൽബ് കൊണ്ട്, മനസ്സിൽ ഓർമ്മ വേണം. മനസ്സില്ലാതെ നാവോട്ട് ചെല്ലരുത്. പിന്നെ മനസ്സിന് മാത്രം വെച്ചാൽ പോരാ, നാവുകൊണ്ട് അത് ഉച്ചരിക്കുകയും വേണം. പിന്നെ അള്ളാഹിനെ കുറിച്ചിട്ട് അവന്റെ ജവാരഹകൾ കൊണ്ട്, അവന്റെ അവയവങ്ങൾ കൊണ്ട് ഓർക്കണം. അതാണ് അമല്. അതുപോലെ തന്നെ വൽഹാൽ, അവന്റെ എല്ലാ അവസ്ഥകളും ഒക്കെ അള്ളാഹിനെ ഓർത്തുകൊണ്ടായിരിക്കണം. നമ്മൾ ചിലപ്പോൾ പറയും വളരെ കാഷ്വലാകുന്ന ഘട്ടങ്ങളുണ്ട്. ഏത് കാഷ്വലാകുന്ന ഘട്ടങ്ങളിലും അള്ളാഹിനെ മറന്നുകൊണ്ട്, അള്ളാഹിനെ ഓർമ്മിക്കാതെ കണ്ടു പോകരുത്.
ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട്, ശരീരാവയവങ്ങൾ കൊണ്ട്, നമ്മുടെ അവസ്ഥകൾ കൊണ്ട് എപ്പോഴും അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു, വക്കാന യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാൻ, സദാ അള്ളാഹിനെ സ്മരിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹിനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനി നാലാമത്തേത്, ഈസാറു മഹാബ്ബിഹി അലാ മഹാബ്ബിക ഇൻദ ഗലബാത്തിൽ ഹവ. ചില കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ മനസ്സ് പറയുന്നു അങ്ങനെ വേണം, അങ്ങനെ വേണം, അതാണ് നല്ലത്, അതാണ് ഉത്തമം എന്ന് മനസ്സ് പറയും. ഇങ്ങനെയുള്ള മനസ്സിന്റെ അഭീഷ്ടങ്ങൾ ഉണ്ടല്ലോ, ആ അഭീഷ്ടങ്ങൾ വരുമ്പോ അതിനെ മാറ്റിവെച്ചിട്ട് അള്ളാന്റെ തീർപ്പെന്താണോ അതിന് മുൻഗണന കൊടുക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ചെറുപ്പക്കാരനാണ്, താടിയൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10-40 വയസ്സ് കഴിഞ്ഞിട്ട് വെക്കാം. ഇപ്പൊ ആവുമ്പോ ഒരു ചെറിയ കുടുംബത്തിന് പ്രശ്നം, ഭാര്യയ്ക്ക് പ്രശ്നം, പിന്നെ സുഹൃത്തുക്കളൊക്കെ കളിയാക്കും, അല്ലെങ്കിൽ വേറെ ഇങ്ങോട്ട് നമുക്ക് പല ന്യായീകരണം കിട്ടും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്ന ചില ആളുകളോട് അപ്പൊ താടി എടുക്കാൻ പറഞ്ഞു. എവിടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെ താടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഒരു വളരെ നേരിയതായാലും താടി തന്നെ ആയാലും ഇങ്ങനെ പലതും ഹവകള് പിശാച്ച് ഇങ്ങനെ തരും. അത് വരുമ്പോ അള്ളാന്റെ തീർപ്പെന്താണ്, റസൂലുള്ളാഹിന്റെ തീർപ്പെന്താണ്, അതിന് മുൻഗണന കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഹവയും നമ്മുടെ അഭീഷ്ടങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളും എതിരായി വരുമ്പോൾ അള്ളാഹുവിന്റെ തീർപ്പുകൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കും. അള്ളാഹുവിനോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിച്ചു വരും. അത് ഓരോ കാര്യത്തിലും ചെയ്ത് പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന് നമ്മൾ ശീലിക്കും. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് ചെറിയ ചെറിയ സുനനുകൾ എടുക്കുന്നിടത്തുനിന്ന് പൊട്ടിട്ട് പിന്നെ അവസാനം വരാഇന്റെയും ബറാഇന്റെയും മബാദികൾ വരെ അത് ഉയർന്നു വരേണ്ടതാണ്. പിന്നെ അഞ്ചാമത്തേത് മുസാരഅത്തുൽ ഖൽബി ലിഅസ്മാഇ വസിഫാതി വമുശാഹദതുഹാ വതഖല്ലുബുഹു ഫി റിയാദി ഹാദിഹിൽ മഅരിഫ വമയാദീനിഹ. ഹൃദയം കൊണ്ട് അള്ളാഹിന്റെ അസ്മാഉകൾ വായിക്കണം, അള്ളാഹുവിന്റെ സിഫാത്തുകൾ വായിക്കണം, അത് ശരിക്ക് നിരീക്ഷിക്കണം. ആ അസ്മാ സിഫാത്തിന്റെ ആ വിജ്ഞാന മേഖലയുടെ തോട്ടങ്ങളിലൂടെ, അതിന്റെ പൂന്തോപ്പുകളിലൂടെ നമുക്ക് സാധിക്കുന്നത്ര നമ്മുടെ ഹൃദയം വിഹരിക്കാൻ വേണ്ടി വിടണം. അസ്മാ സിഫാത്ത് പഠിച്ച അള്ളാഹിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അള്ളാഹിന്റെ അസ്മാഉകൾ, അള്ളാഹിന്റെ സിഫാത്തുകൾ അത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത് ശരിയായ വിധത്തിൽ അറിയുമ്പോഴാണ് അള്ളാഹിനെ നമ്മൾ അറിയുന്നത്. അത് അറിയുമ്പോഴാണ് അള്ളാഹിന്റെ ഗുണഗണങ്ങൾ, അള്ളാഹുവിന്റെ കമാലുകൾ, അള്ളാഹുവിന്റെ ഇഫ്ളാലുകൾ, അള്ളാഹിന്റെ ഇഹ്സാനുകൾ അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പൊ സ്വാഭാവികമായും അള്ളാഹിനെ സ്നേഹിക്കുക. ആ സ്നേഹം കൂടുതൽ ഊഷ്മളമാകും, കൂടുതൽ ദൃഢമാകും. വേർപ്പെടുത്താൻ പറ്റാത്ത വിധം അള്ളാഹുവിലേക്ക് അടുത്ത് സ്നേഹിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് അസ്മാ സിഫാത്തിന്റെ മേഖലയിൽ ആ പൂന്തോപ്പുകളിൽ ഹൃദയത്തെ വിഹരിക്കാൻ വിടുക, മനസ്സുകൊണ്ട് അസ്മാ സിഫാത്തുകൾ വായിക്കുക, അതിന്റെ വിശദാംശങ്ങൾ കാണാനും നിരീക്ഷിക്കാനും നിൽക്കുക. ഇതാണ് അടുത്ത കാര്യം. ആറാമത്തേത് മുശാഹദത്തു ബിർരിഹി വഇഹ്സാനിഹി വനിഅമിഹി ളാഹിറ വൽ ബാത്തിന. എപ്പോഴും അല്ലാഹ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ അത് കാണാനുള്ള കണ്ണ് വേണം. അധികം ആളുകളും വളരെ നെഗറ്റീവായിട്ടാണ് പോവുക. അല്ലാഹ് ചെയ്തെന്ന നന്മല്ല കാണാൻ. രണ്ട് കണ്ണും നമുക്ക് അല്ലാഹ് നൽകിയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മളെ മുടിയൊന്ന് നരച്ചതിനെ കുറിച്ചായിരിക്കും അല്ലാഹ് ഇത്ര പെട്ടെന്ന് നരപ്പിച്ചല്ലോ, അതിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പുറത്തൊരുത്തന് കണ്ണെന്നെ ഉണ്ടാവില്ല. അവന്റെ സ്ഥിതി ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇവന് മുടി നരച്ച് കാണുന്നത് കണ്ണ് കിട്ടിയതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. ഇത്തരം നിഅമത്തിന്റെ കാര്യങ്ങൾ നിങ്ങളെക്കാളും കുറവ് കിട്ടിയിട്ടുള്ള താഴെ നിൽക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ മീതുള്ളവരിലേക്ക് നോക്കരുത്. വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചെറുതായി കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. നമ്മൾ ചെയ്തു തന്നിട്ടുള്ളതിലേക്ക് നോക്കി നിങ്ങൾ എന്തിനു പറയണേ? ഇന്ന് നേരം വെളുത്ത് ഇനി നമ്മൾ കിടക്കണതിന്റെ മുമ്പ് ഒരു 5-6 തവണ മൂത്രമൊഴിക്കും. ഈ മൂത്രമൊഴിക്കണതിന്റെ വില ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും നിന്ന് പോകണം. ആ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ബേബിയിലോ മറ്റോ കൊണ്ടുപോയിട്ട് ഡയാലിസിസ് നടത്തിയാൽ ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെ അല്ലാഹ് ചെയ്തു തന്നിട്ടുള്ള ഓരോന്നൊന്ന് ആലോചിച്ചു. ബിർറിലേക്കും ഇഹ്സാനിലേക്കും, അത് ലാഹിറായ പ്രത്യക്ഷമായ നിഅമത്തുകളിലേക്കും പ്രത്യക്ഷമല്ലാത്ത നമുക്ക് അല്ലാഹ് മുആഫാത്ത് നൽകി, അല്ലാഹ് നമുക്ക് ഹിദായത്ത് നൽകി.
ഹിദായത്തിനേക്കാളും മുആഫാത്തിനേക്കാളും വലിയൊരു നിഅമത്ത് വേറെ എന്ത് വേണം? ആലോചിച്ച് നോക്കി നിങ്ങൾ. അതിലേക്ക് നമ്മൾ നോക്കിയാൽ അള്ളാഹനെ നമ്മൾ സ്നേഹിക്കേണ്ടി വരും. സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ആ സ്നേഹം, അതിന്റെ തീവ്രത, അതിന്റെ ആ സ്നേഹത്തിന്റെ ഊഷ്മളത അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിഅമത്തുകൾ നിങ്ങൾ തോന്നണം. അതുകൊണ്ടാണ് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹ് നിനക്കൊരു നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഖൽബ് കൊണ്ട് ഇഅ്തിറാഫ് വേണം, നാവ് കൊണ്ട് അത് പറയണം. ആ നിഅമത്ത് ചെയ്തു തന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം, അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം അത് ചെലവഴിക്കുകയും അല്ലാത്ത മാർഗത്തിലേക്ക് അതിനെ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യണം. അങ്ങനെ ശുക്ർ ചെയ്യണം. അപ്പൊ സ്വാഭാവികമായും ആ നിഅമത്തിന്റെ ഉടമസ്ഥനായ, നിഅമത്ത് ചെയ്തു തന്നവനായ അള്ളാഹുവിനെ സ്നേഹിക്കും. ആ സ്നേഹം വളരെ വളരെ ഊഷ്മളവും തീവ്രവുമായി വളർന്നു വരും. പിന്നെ ഏഴാമത്തേത് വഹുവ അഅ്ജബുഹ, ഏറ്റവും വലുതാണ്, ഇൻകിസാറുൽ ഖൽബി ബൈന യദൈ. അള്ളാന്റെ മുന്നിൽ നമ്മുടെ മനസ്സങ്ങട്ട് തകരണം. നിസ്കരിക്കാൻ നിന്നാൽ നമ്മൾ അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നത്. വുളു ഉണ്ടാക്കി, ശരീരം വൃത്തിയാക്കി, മനസ്സ് വൃത്തിയാക്കി, വസ്ത്രം വൃത്തിയാക്കി, നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കി, സമയം അതിനൊത്ത സമയങ്ങൾ നോക്കി, എന്നിട്ട് അള്ളാന്റെ മുന്നിൽ നിന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അള്ളാന്റെ മുന്നിൽ ഒരു അടിയാൻ നിൽക്കുമ്പോൾ അവനായിട്ട് തകരും. ആ മനസ്സ് അള്ളാന്റെ മുന്നിൽ തകരും. അങ്ങനെ തകർന്ന മനസ്സോടുകൂടി അള്ളാഹിനോട് നമ്മളെ സങ്കടം പറയും, നമ്മളെ ആവശ്യങ്ങൾ പറയും, അള്ളാഹ് ചെയ്തു തന്ന നിഅമത്തിന് ശുക്ർ പറയും, അള്ളാഹുവിനോട് ഇനി അവന്റെ ഫള് കൂടുതൽ കിട്ടാൻ വേണ്ടി പറയും. ആ പറയുന്ന സമയത്തുള്ള ഹൃദയത്തിന്റെ, അവന്റെ മുന്നിൽ നമ്മൾ ചെറുതാകുന്ന, നമ്മൾ തകരുന്ന അവസ്ഥ, അങ്ങനെയുള്ള ഇൻകിസാറുൽ ഖൽബ്, അതാർക്കാണുള്ളത്? ആർക്കില്ല. ഹൃദയമൊക്കെ കടുത്തുറച്ചു പോയി. ഒക്കെ പറയുകയാണെങ്കിൽ തന്നെ അത് ഏതെങ്കിലും പ്രത്യേക സ്റ്റൈലിലാ വാക്കൊക്കെ പറഞ്ഞൊപ്പിച്ചുകാണ്ട് പോരുകയെന്നല്ലാതെ അപ്പോഴും നമ്മളെ ശ്രദ്ധ നമ്മളെടുത്തിട്ടുള്ള പാന്റ് ഇൻസൈഡ് ആക്കിയതാ തെറ്റുന്നുണ്ടോന്നായിരിക്കും നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും കൂടി. ആ മാതിരി അവസ്ഥ വിട്ടിട്ട് ഇൻകിസാറുൽ ഖൽബ് ഉണ്ടാകണം. നിസ്കരിക്കാൻ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും നമ്മളെന്താ ഖസ്വത്തുൽ ഖൽബ് കൊണ്ട് വേറെ ചില കാര്യത്തിലായിരിക്കും. മറിച്ച് ഞാൻ അള്ളാഹിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, തകരണം. വഹുവ അഅ്ജബുഹ. എട്ടാമത്തേത് അൽ ഖൽവത്തു വഖ്ത നുസൂലിൽ ഇലാഹി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതേപോലെ തന്നെ അള്ളാന്റെ നുസൂലുണ്ടാകും എന്ന് പറയപ്പെട്ടിട്ടുള്ള ചില സമയങ്ങളുണ്ട്. സുലുസുൽ ലൈൽ അൽ ആഖിർ, രാത്രിയെ മൂന്നാക്കിയാൽ അതിന്റെ അവസാനത്തെ പാർട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറഫ ദിവസം അതിന്റെ വൈകുന്നേരത്ത് അല്ലാഹ് ഇറങ്ങുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നുസൂൽ ഇലാഹി, അള്ളാഹുവിന്റെ നുസൂൽ ഉണ്ടാകുന്ന സമയത്ത് ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ വിടി. ആ സമയത്ത് നമ്മൾ തനിച്ചാവുക, നമ്മുടെ റബ്ബുമായിട്ട് നമ്മൾ തനിച്ചാവുക, അവന്റെ കലാമ് പാരായണം ചെയ്യുക, അതിനുശേഷം അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക, സംഭവിച്ചു പോയ തെറ്റുകളിൽ നിന്ന് തൗബ അനുദപിച്ചുകൊണ്ട് മടങ്ങുകയും അള്ളാഹിനോടത് പൊറുക്കാൻ ആവശ്യപ്പെടുക, ഇസ്തിഗ്ഫാറും തൗബയുമായിട്ട് മടങ്ങുക. എങ്കിൽ ആ സമയത്തിന് ബർക്കത്തുള്ള സമയമാണ്, അള്ളാഹിലേക്ക് അടുക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ആ സമയത്ത് അള്ളാഹുവും നമ്മളും തമ്മിൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായും സ്നേഹം കൂടി കൂടി ആ ബന്ധം കൂടുതൽ സുദൃഢവും കൂടുതൽ ഊഷ്മളവുമായി തീരും. ഇതാണ് 8. 9-ാമത്തേത് കോമഡിയൊക്കെ ഒന്ന് ഒഴിവാക്കുക, കോമഡിക്കാരൊക്കെ ഒന്ന് വിടുക. മറിച്ച് കുറച്ച് അള്ളാഹിനെ പേടിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സഹവാസം വർദ്ധിപ്പിക്കുക, നല്ല വാക്കുകളൊക്കെ ഒന്ന് കേൾക്കുക. മുജാലസത്തുൽ മുഹിബ്ബീൻ അസ്സാദിഖീൻ. ഇന്ന് മനുഷ്യനെ ഹൃദയത്തിനെ കൂടുതൽ പരുഷമാക്കുന്നത്, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നത്, അവനോടുള്ള സ്നേഹത്തിന്റെ ആ ഇരടുകൾ ദുർബലമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഖസ്വത്തുൽ ഖൽബിന് കാരണമാകുന്ന ഇത്തരം കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളെ ഓരോരുത്തരുടെയും കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ ഏറെ നമ്മൾ അതിൽ നിന്ന് അകറ്റുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അനുദിനം അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകറ്റുന്ന ഒരു ഉപകരണമായി തീരുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഓരോരുത്തരും സേവ് ചെയ്തിട്ടുള്ള കോമഡിയുടെ കണക്ക് നോക്കിയാൽ ചിലപ്പോ വലുതായിരിക്കും. അല്ല, നമ്മൾ ഇരിക്കേണ്ടത് ത്വയ്യിബീങ്ങളായ ആളുകളുടെ കൂടെയാണ് ഇരിക്കേണ്ടത്. സാദിഖീങ്ങളുടെ കൂടെ ഇരിക്കണം. അവരുടെ നല്ല നല്ല വചനങ്ങൾ നമ്മൾ കേൾക്കണം. നമ്മളെന്തേലും സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം, മുസ്ലഹത്തുള്ള കാര്യം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഇതാണ് മുജാലസത്തു ത്വയ്യിബീൻ വൽഇൽതിഖാതു മിൻ കലാമിഹിം. ഇതാണ് 8-ാമത്തേത്. 9-ാമത്തേത്. ഇനി 10-ാമത്തേത് മുബാഅദതു കുല്ലി സബബ് യഹൂറു ബൈനൽ ഖൽബി വബൈനല്ലാഹി അസ്സ വജൽ. മൊത്തത്തിൽ പറയാണ്, അള്ളാഹുവിന്റെയും നമ്മുടെ ഹൃദയത്തിന്റെയും ഇടയിൽ മറയിടുന്ന ഒരുപാട് കാര്യങ്ങൾ, മആസികളെല്ലാം തന്നെ അതിൽപ്പെട്ടതാണ്. ഫുളൂലിയാത്തിലുള്ള ഇഗ്റാഖ് അതിൽപ്പെട്ടതാണ്.
അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. ഇത് പ്രായോഗികമായ നടപടികളാണ്. എന്നിട്ട് അള്ളാഹിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുക, അള്ളാഹുവിലേക്കുള്ള സാമീപ്യം വർദ്ധിപ്പിക്കുക, മഹബത്ത് വർദ്ധിപ്പിക്കുക. മഹബത്ത് വർദ്ധിക്കുന്ന ആ കരുത്തിൽ നേരത്തെ പറഞ്ഞ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി മുവാലാത്ത് കാണിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി മുആദാത്ത് കാണിക്കുന്ന ആളുകൾ, ഇതാണ് അവരിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. മറിച്ച് അള്ളാഹ്ക്കുള്ള സ്നേഹം വേറെ ആർക്കെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ശിർക്കുൻ അക്ബറാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ റസൂലിനെയും സ്നേഹിക്കുന്നതിൽ കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ അൽ കമാലുൽ വാജിബ്, നിർബന്ധമായും നമ്മൾ പൂർത്തീകരിക്കേണ്ട ആ പൂർണ്ണത ഉണ്ടല്ലോ, ആ പൂർണ്ണതയിൽ വരുന്ന കുറവാണ്. അത് വളരെയധികം ദോഷം ചെയ്യും. ശൈഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ മുആഫാത്തിൽ മരിച്ചു പോയാൽ ഒരു പക്ഷെ സ്വർഗത്തിൽ കയറും, അല്ല മെഹന വരികയാണെങ്കിൽ നമ്മളൊക്കെ മുഖം കുത്തി വീഴുന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഇൽമിനെ യഖീനാക്കിയിട്ട്, ഈമാൻ യഖീനിന്റെ ഘട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കാൻ, ദുനിയാവല്ല അള്ളാഹുവിന്റെ മാർഗമാണ് ഏറ്റവും വലുത് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഈ കാര്യമാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിൽ പറഞ്ഞത്. ഇതിന്റെ മസായില എന്ന് വായിക്കുന്നില്ല, തെളിവുകൾ മാത്രം ഒന്നും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആദ്യം തലവാചകം കൊടുത്തത് സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്താണ്. അത് വമിനൻ നാസി മൻ യബ്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അതിലേക്ക് തെളിവായി പറഞ്ഞത് സൂറത്തു തൗബയിലുള്ള ആയത്താണ്. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. ഈ പറഞ്ഞ 8 കാര്യങ്ങൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫിസബീലി ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്ന് കാണുക അള്ളാന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നിറങ്ങുന്നത്. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വഅലൈഹിൽ ഖൗമുൽ ഫാസിഖീൻ. പിന്നെ ഇതിലേക്ക് അള്ളാഹനെ സ്നേഹിക്കുന്നതിൽ പെട്ടതാണ് അള്ളാഹ് സ്നേഹിക്കാൻ പറഞ്ഞവരെ സ്നേഹിക്കുക. അതുകൊണ്ട് തന്നെ മുത്ലഖുൽ ഈമാനിന് നമ്മൾ അനിവാര്യമായും വരുത്തേണ്ട കമാലുൽ വാജിബിൽപ്പെട്ടതാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, മറ്റെല്ലാറ്റിനേക്കാളും, സ്വന്തം ശരീരത്തെക്കാളും. അതുകൊണ്ട് പറഞ്ഞു ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. അതേ ഇതിൽ തന്നെ ആ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈമാനിന് ഒരു താഴ്മ വരാനുണ്ട്, ഈമാനിന് ഒരു മധുരം വരാനുണ്ട്. ഈമാനിന്റെ മധുരം ഒരു മുഅ്മിനിനെ അനുഭവിക്കുന്നത് ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് وأن يكره أن يعود في الكفر بعد إذ أنقذه الله منه كما يكره أن يقذف في النار. പിന്നെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഒരു അസറാണ് മൻ അഹബ്ബ ഫില്ലാഹ് വഅബ്ഗള ഫില്ലാഹ് വവാലാ ഫില്ലാഹ് വആദാ ഫില്ലാഹ് ഫഇന്നമാ തുനാലു വലായത്തുല്ലാഹി ബിദാലിക്. അല്ലാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി വലായത്ത് നൽകാൻ, അള്ളാഹ്ക്ക് വേണ്ടി മുആദാത്ത് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് മുഖേനയല്ലാതെ അള്ളാന്റെ വലായത്ത് കിട്ടില്ല. അതുപോലെ തന്നെ ഈമാനിന്റെ താഴ്മ രുചി ഒരാൾക്കും തന്നെ അനുഭവിക്കുക സാധ്യമല്ല. വൈൻ കസുറത്ത് സ്വലാത്തു വസൗമുഹു ഹത്താ യകൂന കദാലിക്. കുറെ നമസ്കാരം അല്ലെങ്കിൽ കുറെ നോമ്പ് എന്നതുകൊണ്ട് മാത്രം കിട്ടുന്നതല്ല, മറിച്ച് ഈ വലാഇന്റെ, ഈ ബറാഇന്റെ മബാദികൾ റുസൂഖ് ചെയ്യുന്നത് വരെ, ഉറക്കുന്നത് വരെ ഈമാനിന്റെ താഴ്മ, ഈമാനിന്റെ ഹലാവത്ത് അയാൾക്ക് അനുഭവിക്കുക സാധ്യമല്ല. വഖദ് സ്വാറത്ത് ആമ്മത്തു മുആഖാത്തിൻ നാസി അലാ അംരി ദുനിയ. ഇതൊക്കെ കാര്യം എങ്ങനെയാണെങ്കിലും ജനങ്ങൾ പെട്ടെന്ന് ദുനിയാവിലേക്ക് ചായാണ്. ഇന്നുള്ള എല്ലാ മുആഖാത്തും, സാഹോദര്യ ബന്ധവും, എല്ലാ ബന്ധങ്ങളുടെയും ബേസ് ദുനിയാവായി തീർന്നിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വദാലിക ലാ യുജ്ദി അലാ അഹ്ലിഹി ഷൈഅ. അത് ഈ ബന്ധങ്ങൾ അവർക്കൊരിക്കലും ഉപകരിക്കൂല, ഒരു നിലക്ക് ഉപകരിക്കൂല. അൽഅഖില്ലാഉ ബഅ്ദുഹും ലിബഅദ് യൗമഇദിൻ ബഅ്ദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ. അതാണ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവർ തമ്മിലുള്ള എല്ലാ സ്നേഹബന്ധങ്ങളും അവിടെ വിച്ഛേദിക്കപ്പെടും. ഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.